ഇനി വസ്സലാത്തു അലൻ നബിയ്യി സല്ലല്ലാഹു തആല അലൈഹി വസല്ലം ഫർളും വിത്തശഹുദിൽ അഖീരി എന്നാ. അപ്പോ അവസാനത്തെ തശഹുദില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സലാത്തില്ലല് ഫർളാണെന്ന് പറഞ്ഞു. അപ്പോ മഅ ഖുഊദിഹ വസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ ഖുഊദിഹ, ആ സലാത്തിന്റെ ഇരുത്തത്തോടു കൂടെയാണ്. സലാത്തിന്റെ ഇരുത്തം സലാമിന്റെ ഇരുത്തമൊക്കെ റുക്കന നേരത്തെ പറഞ്ഞല്ലോ. ഫർളും വി തശഹുദി യാനി ബഅദഹു, എന്തിന്റെ ശേഷം? ആ തശഹുദിന്റെ ശേഷം സലാത്ത് ചെല്ലണം, മുമ്പ് പറ്റൂല. അതാ ശേഷം വരും എന്ന് പറഞ്ഞ. ഫലാ യുജ്സി ഖബ്ലഹു, തശഹുദിന്റെ മുമ്പ് സലാത്ത് മതിയാവൂല. ഖിലാഫൻ ലി ജമ്മിൻ, ഒരു ജമ്മ് അത് മതിയാവെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് പോരാ. അൽ അഖീർ തശഹുദുൻ അഖീർ, അഖീർ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ആദ്യത്തെ വേറെ തശഹുദ് ഉണ്ടാവോ? അതിന് എന്ത് അഖീറിന് ശേഷം വരുന്നൊരു അർത്ഥം ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതാ ഞാൻ പറയുന്നത്. അൽ വാഖി ആഖിറ സ്വലാത്തി എന്നാണ് അതിന്റെ അർത്ഥം. നിസ്കാരത്തിന്റെ അവസാനത്തില് വാഖിയാകുന്ന എന്താണ്? തശഹുദ്. വൈലം യസ്ബിഖുഹു തശഹുദുൻ ആഖിർ, അതിന് മുമ്പ് മറ്റൊരു തശഹുദ് കഴിഞ്ഞിട്ടില്ലെങ്കിലും, ഈ അഖീർ എന്നൊക്കെ പറയുമ്പോഴേ അതിന് മുമ്പ് മറ്റൊരു തശഹുദ് കഴിഞ്ഞെന്ന് തോന്നുമല്ലോ, അതിന്റെ ആവശ്യമല്ല. ഏതുപോലെയൊക്കെ തശഹുദി സുബഹിൻ, സുബഹിസ്കാരത്തിന്റെ തശഹുദ് തഹിയ്യാത്ത്, അതിലൊന്നല്ലോ ഉള്ളു, അതിന് മുമ്പ് വേറെ കഴിയൂലല്ലോ. ജുമാഅത്തിൻ, ജുമാഅയുടെ തശഹുദ് പോലെ മഖ്സൂറത്തിൻ, ഖസറാക്കി നിസ്കരിക്കുന്ന നിസ്കാരം, ലൗറുമിഷായും ഒക്കെ ഖസറാക്കി നിസ്കരിക്കുമ്പോൾ ഒറ്റ തശഹുദേ ഉണ്ടാവുള്ളൂ, അതിന് മുമ്പ് ഉണ്ടാവില്ല. അപ്പൊ അതെല്ലാം അഖീറാണ്. പിന്നെ വദാലിക ലിൽ അഖ്ബാരി സഹീഹത്തി, അപ്പോ തശഹുദ് അവസാനത്തെ തശഹുദിൽ സ്വലാത്ത് ഫർളാണെന്നുള്ളതിന് തെളിവ് ദാലിക ലിൽ അഖ്ബാരി സഹീഹത്തി ദാല്ലത്തി അലാ ദാലിക, അത് ഫർളാന്ന് അറിയിക്കുന്ന ഒരുപാട് ഹദീസ് ഉണ്ട്. ബൽ ബഅദുഹാ മുസർരിഹും ബിഹി, അത് അറിയിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ദലാലത്ത് എന്ന് പറഞ്ഞാൽ അത് സ്വരീഹായി അറിയിക്കണമെന്നില്ല. അപ്പൊ അതിനെ പറഞ്ഞ ബൽ ബഅദുഹാ മുസർരിഹും ബിഹി, തശഹുദ് ഫർളാണ് എന്നത് സ്വരീഹാക്കുന്ന തന്നെ ഉണ്ട് ചില ഹദീസുകൾ. കമാ ബസത്തുഹു, അത് ഞാൻ നീട്ടി പറഞ്ഞിട്ടുണ്ട്. ഫി ഇദ്ദത്തി കുത്തുബിൻ, ഒരു കിതാബിലല്ല പല കിതാബിലും. ലാസിയമൻ പ്രത്യേകിച്ച് ശറഹിൽ ഉബാബി വദ്ദുർരിൽ മൻലൂദി ഫി സ്വലാത്തി വസ്സലാമി അലാ സാഹിബിൽ മഖാമിൽ മഹ്ബൂദി എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാത്തിൽ എന്നതിനെ കുറിച്ച് പ്രത്യേക ഒരു കിതാബ് ഉണ്ടല്ലോ, അദ്ദുറുൽ മൻലൂദ്. അതിൽ ഈ രണ്ട് കിതാബിലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഅറദ്ദിൽ വാലിഹി അലാ മൻ സഅമ ശുദൂദ അശ്ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ബിഇജാബിഹാ, വ്യക്തമായ റദ്ദോടുകൂടെ ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. ബസത്തുഹു മഅറദ്ദിൽ വാലിഹീന അലാ മൻ സഅമ, വാദിച്ചവർക്ക് വ്യക്തമായ മറുപടി. എന്ത് വാദിച്ചു? ശുദൂദ അശ്ശാഫിഈ റളിയല്ലാഹു തആല അൻഹു, ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഒറ്റപ്പെട്ടു പറഞ്ഞു. എന്താണ്? ബീജാബിഹ, ആ സലാത്ത് നിർബന്ധമാണ് എന്നത് വേറെ ആരും പറയാത്ത ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ഷാദായ ഖൗലാണ് എന്ന് ചിലർ പറഞ്ഞു. അങ്ങനെയല്ല, അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ തന്നെ അത് സരീഹായിട്ട് വന്നിട്ടുണ്ട് എന്നാ. ഇനി വല്ലദഹറു സന്നുഹ ഫിൽ അവ്വലി, ഈ സലാത്ത് ഒന്നാമത്തെ തശഹുദിൽ സുന്നത്താണെന്ന് അദ്ഹർ. ലിഅന്നഹ റുക്നുൻ ഫിൽ അഖീരി, കാരണം സലാത്ത് അവസാനത്തെ തഹിയ്യത്തില് തശഹുദില് റുക്നാണ്. അപ്പൊ അവസാനത്തേല് റുക്നാണെങ്കിൽ ഫസുന്നത്ത്, അത് സുന്നത്തായി. ഏതുപോലെ തന്നെ തശഹുദ് പോലെ തന്നെ അവസാനത്തെ തശഹുദ് റുക്നാണ്. അപ്പോ ആദ്യത്തെ സുന്നത്തായ പോലെ ആ തശഹുദിന്റെ ശേഷമുള്ള സലാത്ത് അവസാനം റുക്നായി, ഫർളായി, ആദ്യത്തേല് സുന്നത്തായി. അങ്ങനെ വലാ തുസന്നു സ്വലാത്തു സുന്നത്തെ കത്തശഹുദ്. ഇനി വലാ തുസന്നു സ്വലാത്തു അലൽ ആലി ഫിൽ അവ്വലി, ഫി തശഹുദിൽ അവ്വലി ഉണ്ടോ. ഒന്നാമത്തെ തശഹുദില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലിന് സലാത്ത് ചെല്ലല് സുന്നത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാത്ത് ചെല്ലുന്ന സ്ഥലത്ത് ആലിനും സലാത്ത് ചെല്ലണം, സഹാബത്തിനും സലാത്ത് ചെല്ലണം, എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. ഇതുപോലെ അതിന്റെ എതിര് വാരിദായ അല്ലെങ്കിൽ എന്ത് അതിന് പ്രത്യേക കാരണമുള്ള സ്ഥലങ്ങൾ ഒഴികെ അങ്ങനെയാണ്.
അല്ലെ പിന്നെ എന്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ തന്നെ എന്താണ്, ആലിനും സ്വലാത്ത് ചെല്ലണം, ആ സ്വഹാബിനും സ്വലാത്ത് ചെല്ലണം, ആ സലാത്തിന്റെ കൂടെ സലാമും കൂട്ടണം. അങ്ങനെയാണ് പൊതു കായിക. പിന്നെ വല്ലദഹറു സന്നുഹ ബിൽ അവ്വലി അന്നഹ റുക്ൻ വലാ തുസന്നു സ്വലാത്തു അലൽ ആലി ഫി തശഹുദിൽ അവ്വലി അല സഹീഹ്. കാരണം എന്താ ബിനാഇഹി അല തഖ്ഫീഫ്. ആ തശഹുദിൻ അവ്വൽ തഖ്ഫീഫിന്റെ മേലെടുത്തതാണ്. പിന്നെ അതിനും പുറമെ വലിയന്ന ഫിഹ നഖല റുക്നിൻ ഖൗലിയിൻ, ഒരു ഖൗലിയായ റുക്ന് നഖലിയല് വരും. കാരണം ആലിന്റെ മേലിൽ സ്വലാത്ത് ചെല്ലല് അവസാന റുക്നാണല്ലോ. അല്ല, റുക്നാന്നൊരു അഭിപ്രായം ഉണ്ട്. റുക്നാന്ന് റാജിഹല്ല, അതല്ല കൗലിൻ, ഒരു കൗലനുസരിച്ച് റുക്കനാണ്. അവസാനത്തെ തയ്യാത്തിന്റെ ശേഷം ആലിന്റെ മേലെ സ്വലാത്ത് ചെല്ലല് ഒരു കൗലനുസരിച്ച് റുക്കനാണ്. അപ്പൊ ആ ഒരു കൗലനുസരിച്ചുള്ള റുക്കനിന് നക്കല് ചെയ്യൽ വരും. അങ്ങനെ ഒരു കൗലിയായ റുക്കിനെ നക്കല് ചെയ്യുക എന്നുള്ളത്, അതാ വഹുവ, ആ നക്കലാകുന്നത് മുബുത്തിലുൻ, അത് നിസ്കാരം ബാത്തിലാക്കും അല കൗലും, മറ്റൊരു കൗലനുസരിച്ച്. അപ്പൊ രണ്ട് റാജിഹല്ല, ആ മർജൂഹിന്റെ എടുത്താല് അതിനെ ഒഴിവാക്കണം. കാരണം എന്താ, നിസ്കാരം ബാത്തിലാകുന്നൊരു കാര്യം ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് വഖ്തീറ മുഖാബിലുഹു ലിസിഹത്തി ഹദീസിൻ ഫീഹി, എന്നാൽ ആലിന്റെ മേലിൽ സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ് എന്ന അഭിപ്രായം ഇഖ്തിയാർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില ഇമാമിങ്ങൾ തർജീഹാക്കിയിട്ടുണ്ട്. അതിൽ സിഹത്തി ഹദീസിൻ ഫീഹി, അതിലൊരു ഹദീസ് സഹിയായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ തഹിയാത്തിൽ ആലിന്റെ മേലിൽ സ്വലാത്ത് ചെല്ലിയതായി ഹദീസിൽ വന്നിട്ടുള്ളത് കൊണ്ട് അത് ഇഖ്തിയാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ രണ്ട് കാരണം കൊണ്ട് ചെയ്യണ്ടെന്നുള്ളതാ. പിന്നെ വാലിഹി, ആലുഹു മറ അവ്വലൽ കിതാബി, അങ്ങനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാണ്? വലാ തുസന്നു അലൽ ആലി എന്നാ മത്തനിൽ പറഞ്ഞ. ആലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലാകുന്നത് മറ ഫി അവ്വലിൽ കിതാബി, കിതാബിന്റെ തുടക്കത്തിൽ, മറ അവ്വലൽ കിതാബി, കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വക്കീല കുല്ലു മുസ്ലിമിൻ, അപ്പോ കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞതല്ല ഇവിടെ ഉദ്ദേശം, ആലുകൊണ്ട് ഉദ്ദേശം എല്ലാ മുസ്ലിമുമാണ്. എല്ലാ മുസ്ലിമും എന്ന് പറഞ്ഞാൽ ഐഫി മക്കാമി ദുആഇ വനഹ്വിഹി, ദുആ അതുപോലത്തത് എന്ന് പറഞ്ഞാൽ പിന്നെന്താ സനാ ഒക്കെ ആയിരിക്കും. അപ്പൊ ആ സ്ഥലത്ത് എന്താണ്, എല്ലാ മുസ്ലിമും ആലുകൊണ്ട് ഉദ്ദേശമാണ്. പിന്നെ വഖ്താറഹുവി ഷറഹി മുസ്ലിമിൻ, ഇമാം റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്, ആ അഭിപ്രായത്തെ ഷറഹ് മുസ്ലിമില് ഇഖ്തിയാർ ചെയ്തിട്ടുണ്ട് എന്നാ. ഇനി ഫറോൻ വഖാഹുനാലിൽ ഖാദി വമൻ ദബിയഹു അന്നഹു ലൗ ശക്ക അസ്നാ അസ്സലാത്തി ഫി മുബ്തിലിൻ ലിതഹാറത്തിഹി അസ്സറാ. ഇവിടെ ഖാദി ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹിയാണല്ലോ, അവർക്ക് പറ്റിപ്പോയിട്ടുണ്ട്, സംഭവിച്ചു പോയിട്ടുണ്ട്. വമൻ ദബിയഹു, അവരെ പിൻപറ്റിയവർക്കും. അന്നഹു ലൗശക്ക, എന്താണ്, ഒരാൾ നിസ്കരിക്കുന്ന ആള് സംശയിച്ചു, അസ്നാ അസ്സലാത്തി, നിസ്കാരത്തിന്റെ ഇടയ്ക്ക് വെച്ച്, ഫി മുബ്തിലിൻ, ബാത്തിലാക്കുന്ന കാര്യം ഉണ്ടായോ ഇല്ലെന്ന സംശയം. എന്തിനെ ബാത്തിലാക്കുന്നത്? നിസ്കാരത്തെ ബാത്തിലാക്കുന്നതല്ല, ലി തഹാറത്തിഹി, ഇവന്റെ തഹാറത്തിനെ ബാത്തിലാക്കുന്ന കാര്യം ഉണ്ടായോ ഇല്ലേ എന്ന് സംശയിച്ചാൽ അസ്സറ, ആ സംശയം തഹ്സീർ ചെയ്യും. എന്ന് പറഞ്ഞാല് അപ്പോ തഹാറത്ത് ബാത്തിലായെങ്കിൽ നിസ്കാരവും ബാത്തിലായല്ലോ. അതുപോലെ കശക്കി ഫിൻ നിയ്യത്തി, നിയ്യത്തിൽ സംശയിക്കും പോലെ, നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ചിട്ട് നിയ്യത്ത് ചെയ്തോ എന്ന് സംശയമായി കഴിഞ്ഞാല് അപ്പൊ അത് തഹ്സീർ ചെയ്യും. അപ്പൊ അവിടെ വെച്ച് നിർത്തിയിട്ട് ഞാൻ ആദ്യം പോലെ നിയ്യത്ത് നിസ്കരിക്കണം, അങ്ങനെയാണ്. എന്ന പോലെ ഞാൻ ആദ്യം പോലെ തഹാറത്ത് ഉണ്ടാക്കിയിട്ട് നിസ്കരിക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. വൽ മുഅ്തമദു അന്നഹു ലാ യുവസ്സിറു, എന്നാൽ മുഅ്തമദ് അതുകൊണ്ട് തഹ്സീർ ഇല്ല എന്നാണ്. അത് വരുന്നുണ്ട് അവിടെ, കമായത്തി ഫി സുജൂദി സഹ്വി. പിന്നെ അപ്പോ ഒരു റീഹോ മറ്റോ ഖാരിജായോ എന്നൊരു സംശയം നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ച്, അതുകൊണ്ട് കുഴപ്പമില്ല, സംശയല്ലേ. പിന്നെ യഖീനു തഹാറത്ത് ശക്ക് കൊണ്ട് നീങ്ങൂലെന്നല്ലേ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. വതുസന്നു സ്വലാത്തു അലൽ ആലി ഫി തശഹുദിൽ അഖീരി, ഇനി ആലിന്റെ മേൽ സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ് ഫി തശഹുദിൽ അഖീരി, അവസാനത്തിൽ. ഒന്നാമത്തേല് സുന്നത്തില്ല എന്നാണ്, അപ്പൊ രണ്ടാമത്തെ അവസാനത്തെ തയ്യാത്തിൽ സുന്നത്തുണ്ട്. വഖീല തജിബു, അതവിടെ നിർബന്ധമുണ്ട് എന്ന് പറഞ്ഞത് ഒരു കോലനുസരിച്ച് നിർബന്ധം പറഞ്ഞില്ലേ, അതാണത്. ലിൽ അംരി ബിഹ ആയതാൻ, കാരണം ആ ആലിന്റെ മേലിൽ സ്വലാത്ത് ചെല്ലാനും കൽപ്പന ഉണ്ട്, അപ്പൊ വാജിബാവും. ബൽ ഖീല തജിബു അല ഇബ്രാഹിമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മേലും സ്വലാത്ത് ചെല്ലൽ നിർബന്ധമാണെന്ന് ഒരു ഖീല. ലി ദാലിക എന്ന് പറഞ്ഞാല് ആ അമ്ര എന്ന് പറഞ്ഞ ആ സ്വലാത്ത് കൊണ്ടും കൽപ്പന ഉണ്ടായില്ലൻ
ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സലാത്ത് എല്ലാം കൽപ്പനയുള്ള പോലെ ആലിന്റെ മേലിൽ സലാത്ത് എല്ലാം കൽപ്പനയുള്ള പോലൊക്കെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മേലിൽ സലാത്ത് എല്ലാം കൽപ്പന ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നിർബന്ധമാണെന്നാ. ഇനി വാക്മലു തശഹുദി മഷഹൂറുൻ, ആ തശഹുദിന്റെ പൂർണ്ണരൂപം അത് മഷഹൂറാണ്, പ്രസിദ്ധാണെന്നാ. മദർസയിൽ നിന്ന് തന്നെ ചെറുപ്പത്തിൽ പഠിക്കുന്നതല്ലേ, അപ്പൊ എല്ലാവർക്കും അറിയാലോ. അതാണ് മഷഹൂറുൻ. പിന്നെ അതിന്റെ അക്കല്ല് പിന്നെ ശേഷം പറയുന്നുണ്ട്. കാരണം എന്താ, അക്കല്ല് അങ്ങനെ എല്ലാവർക്കും അറിയില്ല, അത് മഷഹൂറല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അക്കല്ല് ഏതാണ് എന്നുള്ളത് നബി ഇമാം തന്നെ പറയുന്നുണ്ട്. അക്മല് മഷഹൂറാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ അപ്പോ ഫീഹി അഹാദീസു സഹീഹത്തുൻ ബി അൽഫാദി മുഖ്തലിഫ വഫീഹി, ആ അക്മലു തശഹുദില് കുറെ ഹദീസുകളുണ്ട്, വ്യത്യസ്തമായ പദങ്ങളുമാണ്. അപ്പോ ഇഖ്താറ ശാഫിഈ റളിയല്ലാഹു അൻഹു മിൻഹാ തശഹുദ് ഇബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുയുടെ തശഹുദിനെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തർജീഹാക്കിയത്. വേറൊന്ന് ഏതാ, പിന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തശഹുദ്. അങ്ങനെയാണ് പ്രസിദ്ധമായ രണ്ട് തശഹുദ് ഉള്ളത്. ഹനഫി മദ്ഹബില് ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തശഹുദിനെയാണ് അവർ തർജീഹാക്കുന്നത്. പിന്നെ നമ്മളെ മദ്ഹബില് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയുമാണ്. അതെന്താ കാരണം, തഅഖുരിഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തശഹുദ് മുതാഖിറാണ്, പിന്തിയതാണ്. കാരണം എന്താ, ഇബ്നു മസ്ഊദ് മുത്തഖദ്ദിമുസ് സഹാബത്തിൽപ്പെട്ട ആളല്ലേ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവര് എന്താണ്, മുതാഖിറു സഹാബത്തിൽപ്പെട്ടതുമാണ്. അപ്പോ ആ ശേഷം വന്നത് എന്ന നിലയ്ക്ക് ഇതിന് എന്ത് മുൻഗണന, തർജീഹില് അങ്ങനെ തഅഖുറ് നോക്കുമല്ലോ. വ ഖൗലിഹി എന്ന പോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുമുള്ളതിന് വേണ്ടി ഈ തഅഖുരിഹി എന്ന് പറഞ്ഞ തഅഖുറിന്റെ മേലെ തുവാണ്. വ ഖൗലിഹി ദമീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിലേക്കാണ് മടങ്ങുന്നത്. അന്നഹു സല്ലല്ലാഹു തആല അലൈഹി വസല്ലം കാന യുഅല്ലിമുഹും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅല്ലിമുഹും ഇയ്യാഹു, ഈ തശഹുദിനെ അവർക്ക് പഠിപ്പിച്ചിരുന്നു. ഏതുപോലെ, കമാ യുഅല്ലിമുഹുമു സൂറത്ത മിനൽ ഖുർആനി, ഖുർആനിൽ നിന്നുള്ള സൂറത്ത് പഠിപ്പിക്കും പോലെ പഠിപ്പിച്ചു. അങ്ങനെ എന്ത് പറഞ്ഞിട്ടില്ല, മറ്റേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ തശഹുദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ തശഹുദാണ് അങ്ങനെ ഓതിയെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഇങ്ങനെ അവർക്ക് പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനൊരു റുജ്ഹാന് കൂടുതലുണ്ടല്ലോ എന്നാ. പിന്നെ വലി സിയാദത്തി, മൂന്നാമതൊരു കാരണം കൂടി പറയുന്നത്, വലി സിയാദത്തി അൽ മുബാറക്കാത്തു ഫീഹി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ തശഹുദില് മുബാറക്ക അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു എന്നിങ്ങനെ അത്തഹിയാത്തുൽ മുബാറക്കാത്തു എന്നുണ്ട്, മറ്റേലില്ല. അതിൽ അത്തഹിയാത്തു ലില്ലാഹി അസ്സലവാത്തു അത്വയ്യിബാത്തു അങ്ങനെയാണ്. പിന്നെ ഫഹുവ ഔഫഖു ബിഖൗലിഹി തആല, അപ്പൊ ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ ആ തശഹുദ് കൂടുതൽ യോജിപ്പുണ്ട് അള്ളാന്റെ കൗലുമായി. തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറക്കത്തൻ ത്വയ്യിബത്തൻ, അവിടെ തഹിയ്യത്തിന് മുബാറക്കത്ത് എന്ന് പറഞ്ഞല്ലോ. ത്വയ്യിബാത്ത് അതിന്റെ ശേഷം വരുന്നുണ്ട്. അപ്പൊ ത്വയ്യിബത്ത്, അപ്പൊ മുബാറക്കത്ത് ഉള്ളത് ഈ ഖുർആൻ ആയത്തുമായി യോജിക്കുന്നത് കൊണ്ട് അതിനെ തർജീഹാക്കി. ഇനി വഹുവ, ആ മഷൂറായ ആ അക്മലു തശഹുദ് ഏതാണ്, വഹുവ അക്മലു തശഹുദ് ആകുന്നത് അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി. അപ്പൊ അത്തഹിയ്യാത്തു ഐ കുല്ലുമാ യുഹയ്യാ ബിഹി മിനസ് സനാഇ വൽ മദ്ഹി ബിൽ മുൽക്കി വൽ അളമതി. കണ്ടോ, തഹിയ്യാത്ത് എന്ന് പറഞ്ഞാൽ കുല്ലുമാ എന്നാ. അപ്പൊ എല്ലാ അലിഫ്ലാം ഇസ്തിഗ്റാഖിനാണെന്ന് അർത്ഥം, എല്ലാ തഹിയ്യത്തും. തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ മാ യുഹയ്യാ ബിഹി, തഹിയ്യത്തായി കാണിക്കയായി സമർപ്പിക്കുന്ന എല്ലാ കാര്യവും. എല്ലാ എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഖൗലും ഫിഅലും എന്നാണ്. മിനസ്സനായി, സനാ, ആ സനാ ഖൗല് കൊണ്ടും ആകാം ഫിഅല് കൊണ്ടും ആകാം. വൽ മദ്ഹി, മദ്ഹും. എന്തിനെ സനായി മദ്ഹി ബിൽ മുൽക്കി, അള്ളാന്റെ അധികാരവും വൽ അളമത്തി, അള്ളാന്റെ ഔന്നിത്യവും. അതിന് എന്താണ് മദ്ഹ് ചെയ്യുക, സനാ ചെയ്യുക എന്നതിന് ഉപയോഗിക്കുന്ന എല്ലാ ഖൗലും ഫിഅലുമാണ് മാ യുഹയ്യാ ബിഹി എന്ന് പറഞ്ഞത്. അതെല്ലാം. അപ്പൊ അത്തഹിയ്യാത്തു എന്ന് ജമ്മാക്കി എന്തിനാ, അത്തഹിയ്യത്തു എന്ന് പോരെ. ജുമിയത്ത്, ഈ തഹിയ്യാത്ത് ജമ്മാക്കില് അന്ന കുല്ല മലിക്കും മിൻ മുലൂക്കി ദുന്യ, ദുന്യാവിലെ ഭരണാധികാരികളിൽ നിന്ന് ഓരോരുത്തർക്കുമുണ്ട് കാനലഹു, ഓരോരുത്തരും കാനലഹു അവർക്കുണ്ട് തഹിയ്യത്തും മഖ്സൂസത്തും, പ്രത്യേകമായ തഹിയ്യത്തുണ്ട്.
ഒരു പ്രത്യേകമായ കാണിക്ക, ഒരു സലാം, ഒരു അഭിവാദ്യം ഒക്കെ ഉണ്ട്. ഫജുഇല ദാലിക കുല്ലുഹു ലില്ലാഹി തആല. അപ്പൊ അത് മുഴുവൻ അല്ലാഹ്ക്കാക്കി. അങ്ങനെ ബിതരീഖൽ ഇസ്തിഹ്ഖാഖ് ദാത്തിയായ ഇസ്തിഹ്ഖാഖ് അതെല്ലാം അല്ലാഹയിലേക്ക് മടങ്ങുന്നതാണ്. പിന്നെ ദൂന ഗൈരിഹി അല്ലാഹ് അല്ലാത്തവരെ കൂടാതെ ദാത്തിയായ ഇസ്തിഹ്ഖാഖ്. അപ്പൊ സൂറത്തില് ബാഹ്യത്തില് അങ്ങനൊക്കെ പറയുമെങ്കിലും ഹംദിന്റെ അവിടെ പറയും പോലെ തന്നെ അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞാൽ എല്ലാ ഹംദും അല്ലാഹ്ക്ക് എന്ന് പറഞ്ഞാൽ ആ ഇസ്തിഹ്ഖാഖും ദാത്തി അല്ലാഹ്ക്കുള്ളതാണല്ലോ. അങ്ങനെ ദൂന ഗൈരിഹി അൽ മുബാറക്കാത്തു ഐ അന്നാമിയാത്തു വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന തഹിയ്യത്തുകൾ എന്നാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നമാ എന്നർത്ഥമുണ്ട്. ഖൈറുൻ ഇലാഹിയുൻ എന്നും അർത്ഥമുണ്ട്. അള്ളാന്റെ പ്രത്യേകമായ നന്മ. അതെ, ആ നന്മ ഉണ്ടാകുമ്പോഴാണ് വളർച്ച ഉണ്ടാകുക, അല്ലെ? പിന്നെ അസ്സലവാത്തു അത്തയ്യിബാത്തു അവിടെ മുബാറക്കാത്ത് എന്ന് പറഞ്ഞാൽ തഹിയ്യാത്തിന് സിഫത്താണ്. പിന്നെ അത്ഫാണ് അസ്സലവാത്ത്. അവിടെ വാവ് കളഞ്ഞാണ്, കാരണം ശേഷം പറയും അസ്സലവാത്തു അൽ ഖംസു 5 നേരത്തെ നിസ്കാരവും. അല്ല 5 എന്നല്ല, വഖീല അഅമ്മു എല്ലാ നിസ്കാരങ്ങളും എന്നാണ്. പിന്നെ അത്തയ്യിബാത്തു തയ്യിബായ നിസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഐ അസ്സാലിഹാത്തു ലിസ്സനാഇ അലല്ലാഹി തആല നിസ്കാരങ്ങള് അള്ളാന്റെ മേൽ സനാ ചെയ്യാൻ മതിയായതാണ്. അങ്ങനത്തെ നിസ്കാരങ്ങൾ പിന്നെ സനായിന് പറ്റിയതാണെന്ന് അർത്ഥം. സാലിഹത്ത് എന്ന് പറഞ്ഞാൽ പറ്റിയത് എന്നുള്ള അർത്ഥം, അതിന് മതിയായതാണ്. ഹിക്മത്തു തർക്കിൽ ആത്തിഫ് ഇവിടെ വസ്സലവാത്തു എന്ന് പറഞ്ഞ ഹുന ഈ വസ്സലവാത്തു എന്നുള്ളടുത്ത ആത്തിഫിനെ ഒഴിവാക്കിയതിന്റെ ഹിക്മത്ത് മറത്തെ അവ്വലൽ കിതാബിന്റെ തുടക്കത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നി ജവാദും മാജിദുൻ എന്ന് പറഞ്ഞ ആ ജവാദിന്റെ ഭാഷയിൽ പറയുന്നുണ്ട് അൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമത്തുൽ മുഅ്മിനാത്തു എന്ന് പറഞ്ഞെടുത്ത് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതായത് ഹഖീഖിയായ തഗായുറിനെ തേടും, അല്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന തഗായുറിനെ തേടും. അപ്പൊ തഗായുർ ഇല്ലാത്തടുത്ത് എന്താക്കും? കളയും. തഗായുറുള്ള ഹുവൽ അവ്വലു വൽ ആഖിറു എന്ന് പറഞ്ഞാൽ അവിടെ പറയുകയും ചെയ്തു എന്ന് അവിടെ പറഞ്ഞല്ലോ, അതന്നെ. അപ്പൊ ഇവിടെ ഹഖീഖിയായ തഗായുറില്ല. തഹിയ്യാത്ത് എന്ന് പറഞ്ഞ ആ സലവാത്ത് എന്ന് പറഞ്ഞത് ആ തഹിയ്യത്തുകൾ തന്നെയാണല്ലോ. അതുകൊണ്ട് പിന്നെ അസ്സലാമു ഐ തയ്യിബാത്തു ലില്ലാഹി പിന്നെ അവ്വലൽ കിതാബ് കഴിഞ്ഞ പിന്നെ ലില്ലാഹിന തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹി. കഴിഞ്ഞ പിന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്നാണല്ലോ. അസ്സലാമു ഐ അസ്സലാമത്തു മിനൽ ആഫാത്ത് എല്ലാ അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണം സുരക്ഷയും അലൈക അങ്ങേക്കുണ്ടാകട്ടെ. ഖുതിബ അപ്പൊ അലൈക്ക എന്ന് പറഞ്ഞ ഖിതാബ് പറയാൻ കാരണം എന്താ? നമ്മളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖിതാബ് ഉണ്ടായി, ഖിതാബ് ഇടപെട്ടു. ഇശാറത്തൻ ഇലാ അന്നഹുൽ വാസിത്തത്തുൽ ഉളുമാ. അതായത് നിസ്കാരമാണല്ലോ, നിസ്കാരം അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണല്ലോ. അതിന്റെ ഇടക്ക് മറ്റൊരാളിലേക്ക് തിരിഞ്ഞുള്ള ഖിതാബ് എന്തിനാ? അതാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാസിത്തത്തുൽ ഉളുമാ, ഏറ്റവും വലിയ വാസിത്തയാണ്, വസീലയാണ്. അല്ലദീ ലാ യുംകിനു ദുഖൂലു ഹളറത്തുൽ ഖുർബി. ഹളറത്തുൽ ഖുർബ് എന്ന് പറഞ്ഞാൽ ഖുർബുർ റബ്ബ് എന്നർത്ഥം. അള്ളാഹുവുമായുള്ള സാമീപ്യത്തിന്റെ ഹളറത്തിലേക്ക് കടക്കാൻ കഴിയില്ല ഇല്ലാ ബി ദലാലത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദലാലത്ത് കൊണ്ടല്ലാതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈപിടിച്ചു കൊണ്ടുപോയെങ്കിലേ വഴി കാണിച്ചെന്നെങ്കിലേ കയറാൻ പറ്റുള്ളൂ. ഹുദൂരിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുദൂറും വേണം. അപ്പൊ അത്തഹിയ്യാത്തുലില്ലാഹി അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹളറത്തിലാണല്ലോ ഇപ്പൊ എന്താക്കിയത്? ഈ പറയുന്ന തഹിയ്യത്ത് സമർപ്പിച്ചത്. അപ്പൊ ആ തഹിയ്യത്ത് സമർപ്പിക്കാൻ നമ്മളവിടെ എത്തിയത് എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഴികാട്ടി തന്നിട്ടാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ വന്നത് കൊണ്ടാണ്. അപ്പൊ അവിടെ തന്നെ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പറയണം എന്നാ. അപ്പൊ ഇതൊക്കെ ആലോചിച്ചിട്ട് പറയണം എന്നർത്ഥം. ദബിലി ജമാഅത്തുകാർ പറയും പോലെ അതാലോചിച്ചാൽ അങ്ങേയറ്റം മോശമാണ് എന്നൊക്കെ പറഞ്ഞ ആ ജാതിയൊന്നുമല്ല. ഇതെല്ലാം എന്താണ് ആലോചിച്ചോണ്ട് പറയണത്. അതിനാണല്ലോ ഈ മായനെല്ലാം പറഞ്ഞു തരുന്നേ. പിന്നെ മുജ്മലായ മായനകൾ ആലോചിക്കുക എന്നുള്ളതാണല്ലോ ഖുശൂ എന്ന് പറഞ്ഞത്. പിന്നെ വൈലാന്നഹു അക്ബറുൽ ഖുലഫാഇ അനില്ലാഹി. അതിനും പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? ഏറ്റവും വലിയ ഖലീഫയാണ്. ആദനബിയെ കുറിച്ച് ഖലീഫ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അള്ളാന്റെ പ്രതിനിധി ഭൂമിയിൽ. നജാലുക ഖലീഫത്തൻ, പിന്നെ ഖലീഫത്തൻ ഫിൽ അർളി എന്ന് പറഞ്ഞില്ലേ. അപ്പോ അവരുടെ കൂട്ടത്തിൽ അംബിയാന്റെ കൂട്ടത്തിൽ ഏറ്റവും അക്ബർ ആരാ? അപ്പൊ ഖുലഫ അംബിയാക്കളൊക്കെ അള്ളാന്റെ ഖുലഫ ആണെന്ന് അർത്ഥം.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് അക്ബർ. ഫകാന ഖിതാബുഹു ഖിതാബിഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിതാബ് അള്ളാന്റെ ഖിതാബ് പോലെയാണ്. പറഞ്ഞെന്താ? പറഞ്ഞത് അള്ളാഹ് അല്ലാത്തവരോട് നിസ്കാരത്തിൽ ഖിതാബ് ഇട്ടാൽ നിസ്കാരം ബാത്തിലാവുന്നല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖിതാബ് ഇട്ടാൽ ബാത്തിലാകുന്നില്ലല്ലോ, ഖിതാബ് നിർബന്ധമായില്ലേ? അപ്പൊ അതിന് കാരണം പറഞ്ഞതാണ് വൈല അന്നഹു, ഇതിലേക്ക് ഇഷാറത്താണ്. അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സാലിഹീൻ. സാലിഹീൻ എന്ന് പറഞ്ഞാൽ ഐ ജമ്മു സാലിഹിൻ എന്നാണ്. ഓഹു ആ സാലിഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതാരാ? ഓഹു അൽ ഖായിമു ബി ഹുഖൂഖില്ലാഹി വ ഹുഖൂഖി ഇബാദിഹി, അള്ളാന്റെയും എന്ന പോലെ ഇബാദിന്റെയും ഹക്കുകൾ, കടമകൾ നിർവഹിക്കുന്നവൻ. അവരാരാ നിർവഹിക്കുന്നവര്? മിനൽ മലായിക്കത്തി, മലക്കുകള്, വ മൂമിനിൽ ഇൻസി വൽ ജിന്നി, ഇൻസ് ജിന്നില് മൂമിനീങ്ങള്, പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി, പിന്നെ അതിന്റെ ബാക്കി. അപ്പൊ വാഷഹദു അവിടെ കൂട്ടിയിട്ടുണ്ട്, അത് അക്മലുണ്ട്, അതിന് ശേഷം അക്കല്ല് വരും. വലായുസന്നു അവലഹു, ഈ തഷഹുദിന്റെ തുടക്കത്തിൽ സുന്നത്തില്ല ബിസ്മില്ലാഹി എന്ന് പറയാ, അല്ലെങ്കിൽ ബില്ലാഹി, ബിസ്മില്ലാഹി അത്തഹിയാത്തു അൽ മുബാറക്കാത്തു, അങ്ങനെ സുന്നത്തില്ല. അല്ലെങ്കിൽ ബില്ലാഹി അത്തഹിയാത്തുൽ മുബാറക്കാത്തു, അങ്ങനെ സുന്നത്തില്ല. എന്തിനാ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഒരു ഹദീസിലുണ്ട്, അത് ഖീല വൽ ഖബറു ഫീഹി ലഈഫുൻ, അതിലെ ഹദീസ് ലഈഫാണ് എന്ന് പറഞ്ഞു. പിന്നെ വഅ്തുരില, അത് ലഈഫാണെന്ന് പറഞ്ഞതിനെ ഇത്റാലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പൊ ഏതായാലും സംഗതി സുന്നത്തില്ല എന്ന് തന്നെയാണ്. വഅഖല്ലുഹു വലായജിബു തർത്തീബുഹു, ഈ തഹിയ്യത്തിന് അല്ല തഷഹുദിനെ തർത്തീബാക്കൽ നിർബന്ധമില്ല. നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ബിഷർത്തി അല്ല യതഗയ്യറ മഅനാഹു, മഅന തഗയ്യുർ ആകരുത് എന്ന ഷർത്തോടുകൂടെ. അപ്പൊ മഅന തഗയ്യുർ ആകുന്ന എന്താണ് രീതിയിൽ തർത്തീബ് മാറ്റാൻ പാടില്ല. അപ്പോ വയില്ല, അങ്ങനെ മഅന തഗയ്യുറാകുന്ന രീതിയിൽ തർത്തീബ് മാറ്റിയാൽ ബത്തലത്തു സലാത്തുഹു, നിസ്കാരം ബാത്തിലാകും, ഇന്ത അഹമ്മദഹു, ബോധപൂർവമാണെങ്കിൽ. അപ്പൊ തർത്തീബ് നിർബന്ധമില്ല എന്ന് പറയുമ്പോ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അത്തഹിയ്യാത്തു ലില്ലാഹി അസ്സലാമു അലൈക അല്ല അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അങ്ങനെ പറഞ്ഞു. പിന്നെ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സാലിഹീൻ. അപ്പൊ ഇവിടെ മാന മാറിയില്ലല്ലോ, അങ്ങനെ ആവുമ്പോൾ കുഴപ്പമില്ല. മാന മാറുന്നതോ അത്തഹിയ്യാത്തു അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു ലില്ലാഹി എന്നുള്ളിടത്ത് അത്തഹിയ്യാത്തുൽ മുബാറക്കാത്തു അയ്യുഹൻ നബിയ്യു, പിന്നെ അസ്സലാമു അലൈക ലില്ലാഹി, ഇങ്ങനൊക്കെ ആക്കിയാലേ അർത്ഥം മാറിപ്പോവും. പിന്നെ വസറഹ ബിത്തത്തിമ്മത്തി ബിവുജൂബി മുവാലാത്തിഹി, തഷഹുദിന് മുവാലാത്ത് നിർബന്ധമുണ്ട് എന്ന് തത്തിമ്മത്തിൽ സരീഹാക്കിയിട്ടുണ്ട്. വസക്കത്തു അലൈഹി, അതിനെക്കുറിച്ച് എന്താണ് മറ്റയിമ്മത്തൊന്നും പറഞ്ഞില്ല. സക്കത്ത അലൈഹി എന്ന് പറഞ്ഞാൽ റളിയ എന്നാ, പറഞ്ഞ് തൃപ്തിപ്പെട്ടു. സക്കത്ത അൻഹു എന്ന് പറഞ്ഞാല് എന്താണ് അതിനെ അംഗീകരിച്ചില്ല എന്നുമാണ്. അങ്ങനെയുണ്ട്, പിന്നെ വ്യത്യാസമുണ്ട്. വഫീഹി മാഫീഹി, പക്ഷെ വാജിബാണ് എന്ന് പറഞ്ഞതിൽ ഫസാദ് ഉണ്ട്, അത് വാജിബില്ല. മുവാലാത്ത് നിർബന്ധമല്ല, മുവാലാത്ത് ഫാത്തിഹയ്ക്കുള്ളൂ, ഇവിടെ നിർബന്ധമില്ല എന്നാ. ഇനി വാഖല്ലുഹു, തഷഹുദിന്റെ അഖല്ല് അത്തഹിയ്യാത്തു ലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി. ഈ വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്നുള്ളിടത്ത് അഷ്ഹദു മടക്കേണ്ടതില്ല എന്ന് ശേഷം പറയുന്നുണ്ട് തഹ്ഫയില്. പിന്നെ അത് ഇത് അക്കല്ലാകാൻ കാരണം എന്താ? ഉറൂദ് ഇസ്കാത്തി അൽ മുബാറക്കാത്ത്, മുബാറക്കാത്ത് എന്നുള്ള എല്ലാ റിവായത്തിലും ഇല്ല നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതാ ചില റിവായത്തിലൊക്കെ അത് സാക്കിത്തായിട്ടുണ്ട്, അതിനെ കളഞ്ഞതായി വാരിദായിട്ടുണ്ട്. വാരിദായിന്ന് മാത്രമല്ല ബൽ സിഹത്തിഹി, ആ ഉറൂദ് സഹീഹാണ്. വാരിദായി തന്നെ സഹിയാകണമെന്നില്ല, ലൈഫായാലും മതിയല്ലോ. അതാ പിന്നെ പറഞ്ഞത് സിഹത്തിഹി, ആ ഉറൂദ് സഹിയാണ്. പിന്നെ ഖാലഫിൽ മജ്മൂഇ, മജ്മൂഇൽ ശറൽ മദ്ഹബിൽ പറഞ്ഞു വലി ഉറൂദി ഇസ്കാത്തി സ്വലവാത്ത്. പിന്നെ
അപ്പൊ ഇത് അക്കല്ലാകാൻ കാരണല്ലേ പറയുന്നത്. അപ്പൊ മുബാറക്കാത്ത് ഇതിലില്ല, അക്കല്ലില്ല, അത് അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ അസ്സലവാത്തു തയ്യിബാത്തു അതും ഇല്ല. അതിനെന്താ കാരണം? അത് മജ്മൂഇൽ പറഞ്ഞ് അസ്സലവാത്തു എന്നത് കളഞ്ഞത് വാരിദായിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഖാല ഗൈറുഹു മജ്മൂഇൽ അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു വത്തയ്യിബാത്തു തയ്യിബാത്ത് എന്നുള്ളതും കളഞ്ഞതായി വാരിദായിട്ടുണ്ട് എന്ന് പറഞ്ഞു. വറുദ്ദ എന്നാൽ ഇപ്പറഞ്ഞ രണ്ടു, അതായത് മജ്മൂഇൽ പറഞ്ഞത് വൈറു പറഞ്ഞ് റദ്ദ് ചെയ്യപ്പെട്ടു. ബി അന്നഹു ലം യരിദ് ഇസ്ഖാത്തുഹുമാ, അത് രണ്ടും സാക്കിത്താക്കിക്കൊണ്ട് വാരിദായിട്ടില്ല. തഹിയ്യത്ത് പറഞ്ഞിടത്തെല്ലാം സലവാത്തു തയ്യിബാത്ത് ഉണ്ട്, അതില്ലാത്ത റിവായത്തില്ല എന്ന് പറഞ്ഞതിന് മറുപടി പറഞ്ഞു. കമാ സറഹ ബിഹി റാഫിഈ റളിയല്ലാഹു അൻഹു, വാരിദായിട്ടില്ല എന്ന് ഇമാം റാഫി റളിയല്ലാഹു അൻഹു ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പൊ പിന്നെ ഇത് കളഞ്ഞ് ഇത് അക്കല്ലായതിനെന്ന് കാരണം എന്ത് പറയും? ഇത് കളഞ്ഞിട്ടല്ലേ അക്കല്ലായി വന്നത്. അപ്പൊ അതില്ലാത്തതിന് കാരണം എന്ത് പറയും? അഥവാ അല്ലലഹൂബി അന്നഹുമാ താബിയാനിൽ തഹിയ്യാത്തു, അത്തഹിയ്യാത്തു എന്നതിന് താബിയാണല്ലോ എന്ത് അസ്സലവാത്തു തയ്യിബാത്തു എന്നുള്ളത്. അപ്പൊ അത് താബിയെ ഒഴിവാക്കി അക്കല്ലില മത്ബൂഅ് മാത്രം നിലനിർത്തി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലലഹു എന്ന് പറഞ്ഞത് ഈ തഹിയ്യത്ത് അക്കല്ലാകുന്നതിന് കാരണം പറഞ്ഞു എന്ന് ആര് പറഞ്ഞു എന്നാ? ഇമാം റാഫി റളിയല്ലാഹു അൻഹു കാരണം പറഞ്ഞു എന്നായിരിക്കും. ഇമാം റാഫി റളിയല്ലാഹു അൻഹു കാരണം പറഞ്ഞു ബി അന്നഹുമാ താബിയാനി ലി അത്തഹിയ്യാത്തു. അതെ, ശറഹുൽ കബീറിലെ തന്നെ ഇമാം റാഫി റളിയല്ലാഹു അൻഹു തന്നെ കാരണം പറഞ്ഞ. പിന്നെ വസ്തുഫീദ മിനൽ മത്തിനി, മത്തിനിന്ന് മനസ്സിലായി നേടി എന്താണ്? അന്നൽ അഫ്ളല തഅരീഫുസ്സലാം. പിന്നെ അവിടെ അക്കല്ല് എന്താണ്? സലാമുൻ അലൈക എന്നിങ്ങനെ സലാമുൻ അലൈന അങ്ങനെയല്ലേ. അപ്പൊ അക്കല്ലതാവുമ്പോ അഫ്ളല് അസ്സലാമു അലൈക പറയലാണ് അലിഫ്ലാമോട് കൂടെ താരീഫ്. അന്നഹു ലാ യജൂസു ഇബ്ദാലു ലഫ്ളി മിൻ ഹാദൽ അക്കല്ലി, അതും മത്തിനിൽ നിന്ന് മനസ്സിലായി. ഈ അക്കല്ലിന്റെ ഒരു പദവും എന്ത് ചെയ്യാൻ പാടില്ല? മാറ്റാൻ പാടില്ല എന്ന്. വലൗബി മുറാദിഫിഹി, അതിന്റെ മുറാദിഫ് കൊണ്ടാണെങ്കിലും മാറ്റാൻ പാടില്ല എന്ന് മനസ്സിലായി. മുറാദിഫ് ഏതുപോലെ? കന്നബിയ്യി, ആ നബിയ്യി എന്ന് പറഞ്ഞ പദം പോലെ. എന്തുകൊണ്ട് മാറ്റുക? ബിർ റസൂല്, അർ റസൂല് എന്ന്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു എന്നുള്ളതിന് അസ്സലാമു അലൈക അയ്യുഹർ റസൂലു എന്ന് പറയാൻ പാടില്ല. വാക്സിഹി അതിന്റെ അക്സ് പോലെ. അതിന്റെ അക്സ് അവിടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്നുള്ളിടത്ത് അഷ്ഹദു അന്ന മുഹമ്മദൻ നബിയുല്ലാഹി എന്ന് റസൂലിന് പകരം നബിയ്യി എന്ന് പറയാം, അതും പറ്റൂല. മുഹമ്മദിൻ, മുഹമ്മദ് എന്ന പദം പോലെ ബി അഹമ്മദ്, അഹമ്മദ് കൊണ്ട് മാറ്റും പോലെ. വൈരിഹി, ഇതല്ലാത്ത കൊണ്ട് അഹമ്മദ് അല്ലാത്ത വേറെ ഏതെങ്കിലും പദം കൊണ്ട് മാറ്റും പോലെ, അതൊന്നും പാടില്ല. വക്കദാഫി സലാമി തഹല്ലുലി, തഹല്ലുലിന്റെ സലാമിലും അങ്ങനെയാണ്. നിസ്കാരം അവസാനിക്കുന്ന സലാമിന്റെ അവിടെ അക്കല്ല് ശേഷം പറയും, ആ അക്കല്ലിന്നൊന്നും മാറ്റാൻ പാടില്ല എന്നാ. വയുഫറഖു ബൈനഹുമാ, അപ്പൊ ഈ പറഞ്ഞ എന്താണ് സലാമു തഹല്ലുലും ഈ പറഞ്ഞ തശഹുദിലും അക്കല്ലിലെ ഒന്നും മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെയും ഇടയിലും ബൈനമായത്തി ഫി മുഹമ്മദ്, മുഹമ്മദ് എന്ന പദത്തിൽ വരുന്ന ഒന്നിന്റെയും ഇടയിൽ ഫർക്ക് പറയും. എന്താണ് മുഹമ്മദ് എന്ന് പറഞ്ഞ പദം എവിടെ വരുന്നത്? ഫി സലാത്തി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാത്തി ചെല്ലുന്നതില്. പിന്നെ അതായത് തശഹുദിന്റെ ശേഷം സലാത്തി ചെല്ലുമ്പോ അവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞില്ല, മറ്റു പദം പറഞ്ഞാലും മതി. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നുള്ളതിന് സല്ലി അലാ അഹമ്മദ പറഞ്ഞാലും മതി എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ മാറ്റിയാൽ പറ്റൂല എന്നും പറഞ്ഞു. അപ്പൊ വ്യത്യാസം പറയണല്ലോ. എന്താ വ്യത്യാസം? ബിഅന്ന അൽഫാലഹ, സലാത്തിന്റെ പദങ്ങള് അൽ വാരിദത്ത, വാരിദായ പദങ്ങൾ കസുറഖ്തിലാഫുർ റിവായാത്തി ഫീഹാ, ആ പദങ്ങളില് റിവായത്തുകളുടെ ഇഖ്തിലാഫ് കസീറാണ്, ഒരുപാട് ഇഖ്തിലാഫ് ഉണ്ട്. ഫദല്ല അലാ അദ്മി തഅബ്ബുദി ബിലഫ്ളി മുഹമ്മദിൻ, അപ്പോ മുഹമ്മദ് എന്ന് പറഞ്ഞ പദം അത് ഇബാദത്തായി ഉച്ചരിക്കണം, പദം തന്നെ ഇബാദത്ത് എന്ന നിലയ്ക്ക് ഉച്ചരിക്കണം എന്നില്ല എന്നതിന്റെ മേൽ അറിയിച്ചു. ഫിഹ എവിടെ? സലാത്തിൽ മുഹമ്മദ് തന്നെ പറഞ്ഞോണമെന്നില്ല എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഇഖ്തിലാഫ് റിവായത്ത് കസീറായി വരൂലല്ലോ, ലാ യുഖാലു. അപ്പോ അങ്ങനെ പറയുമ്പോ വേറെന്ന് പറയണ്ടാന്ന്. എന്ത്? ഖിയാസുഹു അന്ന ലഫ്ളസ് സലാത്തി അലൈഹി ലാ യതഅയ്യനു, ഈ പറഞ്ഞതിന്റെ ഖിയാസ്, ഇതിന്റെ ഖിയാസ് ആ ഇഖ്തിലാഫിന്റെ ഖിയാസ്, ഇഖ്തിലാഫുർ റിവായാത്ത് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഖിയാസ് സ്വലാത്ത് എന്ന് പറഞ്ഞ പദവും തഅയ്യുനില്ല എന്നല്ലേ വരിക. കാരണം എന്താ? സലാത്തിന്റെ
പദത്തിലല്ലേ ഇഖ്തിലാഫുർ റിവായാത്ത് വന്നത്. അപ്പൊ ഇഖ്തിലാഫുർ റിവായത്തിന്റെ പേരിൽ മുഹമ്മദ് തഅയ്യുൻ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ സലാത്ത് എന്ന് പറഞ്ഞ പദം തഅയ്യുൻ ഇല്ല എന്നല്ലേ വരിക എന്ന് പറയണ്ട. കാരണം ലിഅന്ന നഖൂലു, നമ്മൾ പറയും ഇന്നമാ തതഅയ്യനു, ആ സലാത്ത് എന്ന് പറഞ്ഞ പദം മുതഅയ്യനാണ്. എന്തുകൊണ്ട്? ലിമാ ഫീഹ മിനൽ ഖുസൂസിയ്യത്തി, ആ സ്വലാത്ത് എന്ന് പറഞ്ഞ പദത്തിൽ ഖുസൂസിയത്തുണ്ട്. എന്ത് പ്രത്യേകത? അല്ലത്തി ലാ തൂജദു ഫി മുറാദിഫിഹ, അതിന്റെ മുറാദിഫിൽ ഇല്ലാത്ത ഖുസൂസിയത്ത്. അതിന്റെ മുറാദിഫ് ഏതാ? സല്ല എന്ന് പറഞ്ഞാൽ ദആ എന്നല്ലേ, സലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ എന്നാണല്ലോ, ലുഗവിയായ മുത്തറാദിഫായ പദാണത്. പക്ഷെ അതിനില്ലാത്തൊരു പ്രത്യേകത എന്തിനുണ്ട്? ഈ സ്വലാത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മതിയാവൂല, മുറാദിഫ് മതിയാവില്ല. വമിൻ സമ്മ ഇഖ്തസ്സ ബിഹൽ അംബിയാവു, അതുകൊണ്ടാണ് ഈ പദത്തിന് ഖുസൂസിയത്തുള്ളത് കൊണ്ടാണ് ഇഖ്തസ്സ ബിഹ, ഈ പദം കൊണ്ട് പ്രത്യേകമായത് അംബിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അംബിയാവും എന്ന പോലെ മലക്കുകളും, അത് കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അവർക്ക് സലാത്ത് പറയാവൂ എന്നറിഞ്ഞു. ദാത്തിയായിട്ട് മഖ്സൂദായിട്ട് താബിയായി ബാക്കിയുള്ളവർക്കും പറയാം എന്നാണ്. പിന്നെ അതാ സലാത്തിൽ ഖുസൂസിയത്ത് എന്ന് പറഞ്ഞാല് റഹ്മത്തുൻ മഅത്ത് തഅലീമി എന്നാണല്ലോ, അതാദ്യം പറഞ്ഞിട്ടുണ്ട്. ബഹുമാനം പ്രകടമാക്കുന്ന രീതിയിലുള്ള റഹ്മത്താണ്. പിന്നെ വഖളിയത്തു കലാമിൽ അൻവാരി അന്നഹു യുറാഅ ഹുന തഷ്ദീദു, കിതാബുൽ അൻവാർ ഇമാം അർദബീലി റഹിമഹുല്ലാന്റെ കലാമിന്റെ ഖളിയ ഇവിടെ പരിഗണിക്കപ്പെടും. ഇവിടെ എന്ന് പറഞ്ഞാൽ തശഹുദിൽ അത്തഷ്ദീദു, ഷദ്ദുകൾ പരിഗണിക്കപ്പെടും. വഅദുമുൽ ഇബ്ദാലി, അക്ഷരങ്ങൾ മാറ്റാതിരിക്കൽ പരിഗണിക്കപ്പെടും. വഗൈറുഹും, അതല്ലാത്തതും. തഖ്ഫീഫിനെ മുഷദ്ദദാക്കാൻ പാടില്ല, മുഖഫഫിനെ മുഷദ്ദദാക്കാൻ പാടില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന പോലെ ഇദ്ഗാം അഴിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നളീറ മാ മർറ ഫിൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ കഴിഞ്ഞതിന്റെ നളീർ ഇവിടെയും വേണം എന്ന് അൻവാറിൽ പറഞ്ഞു. നഅം, പിന്നെ അങ്ങനെ പരിഗണിക്കുമെന്നാണ്. നഅം അന്നബിയ്യു ഫീഹി ലുഗത്താനി, അതെ. അപ്പൊ അതങ്ങനെ തന്നെ. നബിയ്യ് എന്നുള്ളതിന് രണ്ട് ലുഗത്തിന്റെ അൽ ഹംസു വത്തഷ്ദീദു, ഷദ്ദായിട്ട് നബിയ്യ്, നബയിൽ നിന്ന് വന്ന ഫഈൽ വസ്നാണ് അത് അതിന്റെ അസല്. അപ്പൊ അസലിന്റെ മേൽ നിന്നുകൊണ്ട് നബീ എന്നും പറയും. അപ്പൊ നബി എന്ന് നബിയ്യ് എന്ന് ഈ രണ്ടാലൊന്ന് പറയണം. ഫയജൂസു കുല്ലും മിൻഹുമാ, അപ്പൊ ഹംസയായും പറയാം. അയ്യുഹൻ നബിയു എന്നുള്ളത് അയ്യുഹൻ നബിയു എന്ന് വേണമെങ്കിലും പറയാം. രണ്ടും ജായിസാണ്. ലാ തെർക്കുഹുമാ, രണ്ടും കൂടി ഒഴിവാക്കൽ പറ്റൂല, മാനൊപ്പം ഒഴിവാക്കാൻ പറ്റൂല. നമ്മൾ മലയാളം പറയും പോലെ നബി എന്ന് പറയല് പറ്റൂല എന്ന്. മലയാളത്തിൽ നബി എന്നല്ലേ പറയാം, അവിടെ ഹംസയില്ല തഷ്ദീദും ഇല്ല, ഇത് പറ്റൂല. ലഅന്ന ഫീഹി ഇസ്ഖാത്ത ഹർഫിൻ, കാരണം അതിലൊരു ഹർഫ് കളയൽ വരും. ഒന്നീ ഹംസ പോകും, അല്ലെങ്കിൽ ഷദ്ദ് പോകും. ബിഖിലാഫി ഹദ്ഫി തൻവീനി സലാമിൻ, സലാമുൻ അലൈക അയ്യുഹൻ നബിയു എന്നുള്ളിടത്തെ അയ്യുഹൻ നബി എന്ന് പറഞ്ഞാൽ അക്കല്ലിലാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ സലാമുൻ എന്നതിന്റെ തെൻവീന് കളഞ്ഞാൽ കുഴപ്പമില്ല. ഫഇന്നഹു മുജറദുൽ അഹ്നിൻ, അതൊരു ഉച്ചാരണത്തിലെ പെശകാണ്, പിഴവാണ്. ഗൈരി മുഗയ്യിനിൻ ലിൽ മഅന, മഅനയെ വ്യത്യാസപ്പെടുത്തുന്നില്ല. അപ്പൊ സലാമുൻ അലൈക അയ്യുഹൻ നബി എന്നുള്ളിടത്ത് സലാമു അലൈക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. വയൂഖദു മിമ്മാ തഖററ ഫി തഷ്ദീദി, ഷദ്ദിന്റെ വിഷയത്തില് മുമ്പ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് അഖദ് ചെയ്യപ്പെടും. മാ തഖററ എന്താ, അത് പരിഗണിക്കണം എന്നിപ്പോ പറഞ്ഞല്ലോ, അൻവാറിനെ തൊട്ടുദ്ധരിച്ചില്ലേ, മുറാഅത്ത് ചെയ്യണം. അതാ മാ തഖററ, അതീന്ന് അഖദ് ചെയ്യാം. അന്നഹു ലൗ അദ്ഹറ നൂനൽ മുദ്ഗമത ഫിൽ ലാമി, ലാമിൽ ഇദ്ഗാം ചെയ്യപ്പെട്ട നൂനിനെ ലാഹിറാക്കിയാൽ, എവിടെയാണിത്? ഫി അല്ലാ ഇലാഹ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളിടത്ത് അൻ ലാ ഇലാഹ എന്നിങ്ങനെങ്ങാനും പറഞ്ഞാൽ അബ്തല, നിസ്കാരം ബാത്തിലാകും. ആ ഇദ്ഹാർ ബാത്തിലാക്കുന്ന എന്തിനാ? നിസ്കാരത്തിന്. കാരണം എന്താ? ലിതർക്കിഹി ശദ്ദത്തൻ മിൻഹു, അതിൽ നിന്നുള്ളൊരു ശബ്ദത്തിനെ ഉപേക്ഷിച്ചു. അപ്പൊ അങ്ങനെ അബ്തല എന്ന് പറഞ്ഞാൽ കലിമത്ത് ബാത്തിലായി, അപ്പൊ തന്നെ മാറ്റി ഉച്ചരിച്ചാൽ കുഴപ്പമില്ല. ശബ്ദ് പോയാല് കലിമത്തല്ലേ മാറ്റുള്ളൂ. അങ്ങനെ തന്നെ രണ്ടാമത് മാറ്റി ഉച്ചരിക്കാതെ അങ്ങനെ നിസ്കാരം തീർന്നു പോയാലേ അപ്പൊ നിസ്കാരം ബാത്തിലായി. അതന്നെ നളീറ മാ മർറ ഫി അർറഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ അല്ലെ അർറഹ്മാൻ റഹീം എന്നുള്ളിടത്ത് ഫാത്തിഹയിൽ പറഞ്ഞു ഒരാൾ അൽ റഹ്മാൻ എന്ന് ബിഇദ്ഹാരി അൽ, ലാമിനെ ലാഹിറാക്കി പറഞ്ഞാല് ആവാത്തില എന്ന രൂപ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്ന പോലെ തന്നെ ഇവിടെ ഫസാമു അദ്മി ഇബ്താലിഹി, അപ്പൊ ഈ ഇദ്ഹാർ
ഇത് നൂനെ ഇദ്ഗാം ചെയ്തില്ലേ, ആ മുദ്ഗമായ നൂനെ ലാഹിറാക്കിയാൽ ബാത്തിലാകുന്നില്ല എന്ന് വാദിക്കുക. ലിഅന്നഹു ലഹനുൻ, ബാത്തിലാകാത്തതിന് കാരണം എന്താ, അതൊരു ലഹനാണ്. ലാ യുഗയ്യിറുൽ മാന, മായന വ്യത്യാസപ്പെടുത്താത്തൊരു ലഹനാണ്, ഒരു ഉച്ചാരണത്തിലെ പിഴവാണ്. അതുകൊണ്ട് ബാത്തിലാക്കുകയില്ല എന്ന് വാദിക്കലാകുന്നത് മംനൂഉൻ, അത് നമ്മൾ സമ്മതിക്കൂല, അത് മന്നി ചെയ്യും. കാരണം എന്താ, അന്ന മഹല്ല ദാലിക, അതിന്റെ മഹല്ല്, അതായത് മായന വ്യത്യാസപ്പെടുത്താത്ത ലഹന് നിസ്കാരത്തെ ബാത്തിലാക്കുന്നില്ല എന്ന് പറഞ്ഞതിന്റെ മഹല്ല് ഹൈസുലം യക്കുൻ ഫീഹി തർക്കു ഹർഫിൻ, അതിലൊരു അക്ഷരം ഒഴിവാക്കലില്ലാതിരിക്കുമ്പോഴാ. ഇവിടാണെങ്കിലോ അക്ഷരം ഒഴിവാക്കിയിട്ടുണ്ട്. വശദ്ദത്തു ബിമൻസിലത്തിൽ ഹർഫി കമാ സറഹു ബിഹി, അപ്പൊ അവിടെ ശബ്ദ ഒഴിവായില്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ബാത്തിലാവും. നഅം, അതെ. ലായബുദു ഉദ്റുൽ ജാഹിലി ബിദാലിക ലിമസീദ് ഖഫായിഹി. പക്ഷെ ഈ ഇൽഹാറിന്റെ ഇദ്ഗാമിന്റെ ഒക്കെ മസല ഒന്നും നാടന്മാർക്ക് അത്ര അറിയില്ല. അപ്പൊ അവരുടെ വിഷയത്തിൽ ജാഹിലായതുകൊണ്ട് അവർക്ക് ഉദ്റുണ്ട്, അവരുടെ നമസ്കാരം ബാത്തിലാവെന്ന് അറിയുന്നില്ല. എന്നലി മസീദ് ഖഫായിഹി, ഇത് ഖഫാ ആകുക എന്നുള്ളത് അത് സായിദാണ്, കൂടുതലാണ്, കൂടുതൽ ആൾക്കാർക്കും അറിയാത്ത വിഷയ. വഖാൽ ഇബ്നു കബ്ബിൻ, ഇബ്നു കബ്ബിൻ എന്ന് പറഞ്ഞ ഇമാമ്, അവര് മുഹമ്മദ് അത്തബരി അൽ ഖുറൈശി അല്ലാദനി, അവരാ ഇബ്നു കബ്ബിൻ. അവർക്ക് പറ്റിപ്പോയിട്ടുണ്ട് എന്ത്, അന്ന ഫതഹത്ത ലാമി റസൂലുള്ളാഹി മുഹമ്മദുർ, അതെ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്നല്ലേ. അപ്പൊ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലല്ലാഹി എന്ന് ലാമിന് ഫതഹായി ഉച്ചരിക്കല്, ലാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആരിഫിൻ മുതഅമ്മിദിൻ, അതിന്റെ അറിയുന്ന ആള്, അത് ലാമ മർഫുവാണ് എന്നും അന്നന്റെ ഖബറാണ് എന്നൊക്കെ അറിയുന്ന ആളിൽ നിന്ന് അങ്ങനെ സംഭവിക്കല് എന്ന പോലെ ബോധപൂർവം ചെയ്യല് ഹറാമാണ്, മുബത്തിലും നിസ്കാരം ബാത്തിലാക്കും എന്ന് പറഞ്ഞു. ഒമിൻ ജാഹിലിൻ, ജാഹിലിൽ നിന്ന് ഹറാമുമാണ്, ഒരു മുബത്തിലും ബാത്തിലാക്കുന്നതല്ല. ഇല്ലം യുംകിൻ ഹു തഅല്ലുമു, ഇവന് തഅല്ലുമു മുംകിൻ ആകില്ലെങ്കിൽ, അപ്പൊ മഅ്സൂറായ എന്താണ് ജാഹിലാണെങ്കിൽ ഹറാമാണ് എന്നാ. ഇല്ല അബുത്തല, അല്ലെങ്കിലോ തഅല്ലുമു മുംകിനായിട്ട് എന്താണ് ജാഹിലായെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്നെയും എന്ന് പറഞ്ഞു. ഇന്തഹ, അത് ഇബ്നു ഖാസിമും ഷർവാനിയൊക്കെ നല്ലപോലെ ചോദിക്കുന്നുണ്ട്. പിന്നെ ജാഹിലിനെങ്ങനെ ഹറാമാകുക, പഠിക്കാൻ പറ്റാത്തവനെങ്ങനെ ഹറാമാകുക എന്നൊക്കെ. പിന്നെ വലൈസ ഫീ മഹല്ലിഹി, അപ്പൊ അവർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ശരിയല്ല. കാരണം എന്താ, ലിഅന്നഹു ലൈസ ഫീഹി തഗ്യീറുൻ ലിൽ മാന, അവിടെ മാന വ്യത്യാസം വരുന്നില്ലല്ലോ. ഫലാ ഹിർമത്ത, മാന വ്യത്യാസം വരാത്തോണ്ട് ഹറാമില്ല. ഓരോ മഹൽ ഇൽമി വത്തഅമ്മുദി, അത് അറിഞ്ഞുകൊണ്ടും ബോധപൂർവമാണെങ്കിൽ പോലും ഹറാമാവൂല. ഫളലൻ അനിൽ ബുത്ലാനി, ബുത്ലാനിന് ഉപരിയായി എന്ന് പറഞ്ഞാൽ ബാത്തിലാകുന്നില്ല ഏതായാലും, അതിന് പുറമെ ഹറാമുമില്ല എന്നാണ്. അപ്പോ മയന തകയ്യറാക്കുന്നില്ല എന്ന് പറയൽ എങ്ങനെ ശരിയാകുക, അത് ഖബറല്ലേ, ഫത്തഹാക്കിയാൽ സിഫത്തായി പോലെ. അപ്പൊ അതാ പിന്നെ പറയുന്നത്, നാം അതെ ഇന്നവൽ ആലിമു, ഇത് അറിയുന്ന ഒരാള് കരുതിയാൽ വസ്ഫിയ്യത്ത, വസ്ഫാണെന്ന് കരുതി. മുഹമ്മദ് റസൂലല്ലാഹി എന്ന് പറഞ്ഞപ്പോ റസൂലായ മുഹമ്മദ് എന്നുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞാൽ, റസൂലാണ് എന്നുള്ള ഖബറാണല്ലോ അവിടെ, അത് മാറ്റി റസൂലായ എന്നിങ്ങനെ ഒരു വസ്ഫ് ഉദ്ദേശിച്ചാൽ വലം യുലുമിർ ഖബറൻ, വസ്ഫാക്കുമ്പോ ഇപ്പുറത്തെ ഒരു ഖബർ സങ്കല്പിക്കണം, അത് സങ്കല്പിച്ചതുമില്ല, അവന്റെ മനസ്സിൽ സങ്കല്പിച്ചില്ല എന്ന്, അതാണ് നവാന്നല്ല അപ്പുറത്ത് പറഞ്ഞത്. അപ്പൊ മനസ്സിൽ സങ്കല്പിച്ചതുമില്ല എന്നാ അബുത്തല, അത് നിസ്കാരം ബാത്തിലാകും. കാരണം ഈ ഫസാദിൽ മായന ഹീനയിന്, അപ്പം മായന ഫാസിദായി. ഇനി വഖീല യുഹ്ദഫു വബറകാതുഹു, വബറകാതുഹു എന്നത് കളയണമെന്ന ലിഗ്നാഇ അസ്സലാമു അൻഹു എന്ന് ചിലവർ പറഞ്ഞ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അവിടെ അസ്സലാമു എന്ന് പറഞ്ഞത് ബറക്കാത്തുഹു എന്നതിനെ തൊട്ട് ഗനിയാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താക്കണം, ബറക്കാത്തുഹു എന്നുള്ളത് കളയണം എന്ന് പറഞ്ഞു. വഖീല എന്ന പോലെ വേറെ കീല യുഹ്ദഫു അസ്സാലിഹീൻ, ലാ ഇബാദില്ലാഹി എന്ന് പറഞ്ഞാൽ അസ്സാലിഹീൻ എന്ന് പറയണ്ട. കാരണം ദലീഗന ഇളാഫത്തിൽ ഇബാദി ഇലല്ലാഹി
ഇബാദ് എന്ന് പറഞ്ഞാൽ അള്ളയിലേക്ക് ഇലാഫത്ത് ചെയ്തല്ല, അത് ഗനിയാക്കുന്നുണ്ട്. അൻഹു എന്തിനെ തൊട്ട്? സാലിഹീൻ എന്നതിനെ തൊട്ട്. അന്നെ അള്ളാന്റെ അടിമകൾ എന്ന് പറയുമ്പോൾ അവർ സാലിഹ്യങ്ങളായിരിക്കുമല്ലോ എന്നാ. അപ്പൊ യുറദ് വ യുറദ്ദു, ഇത് രണ്ടും റദ്ദ് ചെയ്യപ്പെട്ടു. ഈ രണ്ട് കീലയും റദ്ദ് ചെയ്യപ്പെട്ടു. ബിസിഹത്തിൽ ഖബരി ബിഹി വ ബറക്കാത്തുഹു എന്നതുകൊണ്ടും സാലിഹീൻ എന്നതുകൊണ്ടും സ്വഹിയായ ഹദീസ് ഉണ്ട്. അപ്പൊ പിന്നെ ഇഗ്നാ ഉണ്ടെങ്കിലും കളയണ്ട. പിന്നെ മാന്നൽ മക്കാമ, അപ്പൊ ഇഗ്നാ ഉണ്ടായിട്ട് പിന്നെ ഹദീസിൽ അങ്ങനെ വരാൻ കാരണം എന്താന്നുള്ളതിലേക്കൊരു സൂചന ഉണ്ടോ? മാന്നൽ മക്കാമ മക്കാമു ഇത്നാബ്, നീട്ടിപ്പരുത്തി പറയുന്ന സ്ഥലമാണിത്. അതിന് അള്ളാഹു താലക്ക് തഹിയ്യത്ത് പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയാ, പിന്നെന്താണ് സാലിഹീങ്ങൾക്കൊക്കെ സലാം പറയാ, ഇതൊക്കെ നീട്ടിപ്പരുത്തി പറയേണ്ട സ്ഥലാ. അപ്പൊ ഫലായുള്ളറു ലിമാദുക്കിറ, അപ്പറഞ്ഞയിലേക്ക് നോക്കൂല. ഇത് മാദുക്കിറ എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്ത് എന്ന് പറഞ്ഞല്ലോ, ആ ഇനുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കൂല എന്നാ. പിന്നെ വയഖൂലു വഅന്ന മുഹമ്മദർ റസൂലുഹു, പിന്നെ അവന് പറയാം എന്നാണ്. ജവാസൻ, ജായിസായിട്ട് പറയാം. അക്കല്ല് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അക്കല്ലില് അതിലേക്ക് മടങ്ങുന്ന അവിടെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്നാണ് അക്കല്ലില് പറഞ്ഞത്. അപ്പൊ അത്ര പറയണമെന്നില്ല, അന്ന മുഹമ്മദർ റസൂലുഹു എന്നും പറയാം. മറ്റടുത്ത് മാറ്റാൻ പാടില്ല, ഒന്നും മാറ്റാൻ പാടില്ല എന്നല്ല, മാറ്റാൻ പറ്റുന്ന ഒന്ന് പറഞ്ഞത്. അഷ്ഹദു പിന്നെ മടക്കണമെന്നില്ല, അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് വേണമെന്നില്ല. അള്ളാഹി എന്നുള്ളടുത്ത് പകരം ലമീറാക്കിയാലും മദീന. ഇപ്പൊ പറഞ്ഞത് റാഫിമാ പറഞ്ഞതാ. അടസ്തിദ്റാക്ക് കുൽത്തു അല്ല സഹു, എന്താണ്? അന്നഹു ലായജൂസു ലഹു, ഇവന് ജായിസല്ല, നിസ്കരിക്കുന്നവന് ജായിസല്ല അയ്യക്കൂല താലിക്ക്, ഇത് പറയാൻ പറ്റൂല. അന്ന മുഹമ്മദ് റസൂലുഹു എന്ന് പറയാൻ പറ്റൂല. വലായജിബ് അലൈഹി യാദത്തു ലഫ്ലി അഷഹദു, അഷഹദു എന്ന് പറഞ്ഞ ലഫ്ല് മടക്കി പറയൽ നിർബന്ധം ഇല്ല എന്നുമാണ് എന്ത് അസഹ്. അപ്പൊ ലായജിബു എന്ന് പറഞ്ഞാൽ ലായജൂസിന്റെ മേലെ എത്തുഫ. അപ്പൊ റസൂലുഹു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. എന്നപോലെ അഷഹദു മടക്കൽ നിർബന്ധമില്ല. അഷഹദു കളഞ്ഞിട്ട് അന്ന മുഹമ്മദ് എന്ന് പറയാം. ഫയഖൂലു, അപ്പൊ ഇപ്പം പറയണം, എന്താ പറയേണ്ടത്? വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറയണം. പിന്നെ വസബത്ത ദാലിക ഫീ സഹീഹ് മുസ്ലിമിൻ, ഇത് സഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു അലം. മത്തിനിൽ എന്താ ഉള്ളത്? ഖുൽതു അല്ല സഹു വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹി വസബത്ത ഫീ സഹീഹ് മുസ്ലിമിൻ അല്ലേ? വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്നാണ് സഹ്. അത് സഹീഹ് മുസ്ലിമിലുണ്ട്. വല്ലാഹു അലം. സഹീഹ് മുസ്ലിമിൽ എന്താ ഉള്ളത്? അതാ പിന്നെ പറയുന്നത്. ലാക്കിൻ ബി ലഫ്ലി വഅന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്നാണ് സഹീഹ് മുസ്ലിമിലുള്ളത്. അപ്പോ ഫൽ മുറാദ്, മുസന്നിഫിന്റെ ഉദ്ദേശം സഹീഹ് മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്തുണ്ട് എന്നാ? മുസന്നിഫിന്റെ ഉദ്ദേശം ഇസ്ഖാത്തു ലഫ്ലത്തി അഷഹദു, അഷഹദു എന്ന് പറഞ്ഞ ലഫ്ല് കളഞ്ഞത് സഹീഹ് മുസ്ലിമിലുണ്ട് എന്നാ. അല്ല റസൂലുള്ളാഹിന്ന് എന്താണ് സഹീഹ് മുസ്ലിമിലുണ്ട് എന്നല്ല. അവിടെ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോ ആ ഇസ്തിദ്റാക്കില് രണ്ട് കാര്യമുണ്ട്. അഷ്ഹദു പറയണ്ട എന്നുണ്ട്, റസൂലുള്ളാഹി എന്ന് പറഞ്ഞ അള്ളാഹി എന്നുള്ള ജലാലത്തിന്റെ ഇസ്മ ലാഹിറാക്കണം എന്നുണ്ട്. അതില് സബത്ത ഫീ സഹീഹ് മുസ്ലിം എന്ന് പറഞ്ഞത് അഷ്ഹദു കളഞ്ഞത് സഹീഹ് മുസ്ലിമിലുണ്ട്. മറ്റതിന്റെ ന്യായം പിന്നെ പറയുന്നതാ. വൽഹാസിലു അന്നഹു യക്ഫി വഅഷ്ഹദു അന്ന മുഹമ്മദന അബ്ദുഹു വ റസൂലുഹു, അങ്ങനെ മതിയാവും. റവാഹു ശൈഖാനി, അത് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. പിന്നെന്ത് മതിയാകും? വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി, വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്നുള്ളത് അഷ്ഹദു അടക്കിയിട്ട് തന്നെ, അബ്ദുഹു വ റസൂലുഹു എന്നില്ലാതെ റസൂലുള്ളാഹി എന്ന് മാത്രം. പിന്നെ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, അഷ്ഹദു ഇല്ലാതെ അബ്ദുഹു വ റസൂലുഹു ആയിട്ട് മൂന്നാമത്. റവാഹുമ, ഇപ്പറഞ്ഞ രണ്ടും മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അഷ്ഹദു ഉണ്ടായിട്ടും ഇല്ലാതെയും മുസ്ലിമിലുണ്ട് എന്നർത്ഥം. വയക്ഫി അലൻ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി, അഷ്ഹദു ഇല്ലാതെയും അബ്ദുഹു വ റസൂലുഹു ഇല്ലാതെ വെറും റസൂലുള്ളാഹി എന്നും. വയില്ലം യരിദ്, അത് വാരിതായിട്ടില്ല, എന്നാലും മതിയാവും. കാരണം എന്താ? അന്നഹു വറദ ഇസ്ഖാത്തു ലഫ്ലി അഷ്ഹദ്, അഷ്ഹദ് എന്ന് പറഞ്ഞ ലഫ്ല് സാക്കിത്തായി വാരിദായല്ലോ. വല്ലിലാഫത്തു ലില്ലാഹി, റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ലാഹിറായ ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്തത് അത് എന്താണ്? തഖൂമു മഖാമ സിയാദത്തി അബ്ദിൻ, അബ്ദുഹു വ റസൂലുഹു എന്ന് പറഞ്ഞ രണ്ടും ഉണ്ടല്ലോ അല്ലെ? അപ്പൊ അബ്ദുഹു എന്ന് പറയുന്നതിന് പകരം ഈ ഇലാഫത്തിനെ നിർത്താം എന്നാ പറയുന്നത്. റസൂലുള്ളാഹി എന്ന് ലാഹിറായ ഇസ്മിലേക്ക് ഇലാഫത്ത് ചെയ്യുന്നതിനെ പകരമാക്കാം. എന്തിന്? അബ്ദുഹു എന്ന് പറഞ്ഞതിന് പകരമാക്കാം. അപ്പൊ പകരം ഉണ്ടായാൽ മതിയല്ലോ എന്നാണ്. അപ്പൊ അന്നഹു വറദ
വലിയന്നൽ വൽ ഇലാഫത്ത എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇവിടെ ആണെങ്കിൽ ലമ്മ അറക്കത്തിട്ടിട്ടുണ്ട്, അത് വേണ്ട. രണ്ടാമത്തെ ഇല്ലത്തല്ലേ. അപ്പൊ വൽ ഇലാഫത്തലില്ലാഹിരി തഖൂമു മഖാമ സിയാദത്തി അബ്ദിൻ. പിന്നെ ലാ വഅന്ന മുഹമ്മദർ റസൂലുഹു, വേറെ ഒരു നുസ്ഖയില് തഖൂമു മഖാമ സിയാദത്തി അബ്ദിക്കാന, പിന്നെ വഅന്ന മുഹമ്മദർ റസൂലുഹു എന്നുമാണ്. അങ്ങനല്ല, അവിടെ മഖാമ സിയാദത്തി അബ്ദിൻ, അബ്ദുഹു എന്നുള്ള അബ്ദ് വർദ്ധിപ്പിക്കുന്നതിന്റെ സ്ഥാനത്ത് വെക്കും. ലാ വഅന്ന മുഹമ്മദ് റസൂലുഹു. റാഫി ഇമാം അത് പറ്റുന്നല്ലേ പറഞ്ഞത്? അത് പറ്റൂല. ഖിലാഫൻ ലിമാ ഫി അസ്ലിർ റൗള, അസ്ലിർ റൗള ശറഹുൽ കബീറില് ഉള്ളതിനെതിരായിട്ട് ശറഹുൽ കബീറില് അങ്ങനെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുഹററിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാ എന്നാ അത് പറ്റൂലെന്നാ. യക്ഫി ഐലൻ എന്ന് പറഞ്ഞതിന്റെ മേലെ അത്ഫാണ്. ലാ എന്ന് പറഞ്ഞാൽ ലാ യക്ഫി അന്ന മുഹമ്മദ് റസൂലുഹു ഖിലാഫൻ ലിമാ ഫി അസ്ലിർ റൗള ഐലൻ അലാമായത്തി, അതും അസ്ലിർ റൗളയിലുള്ള അലാമായത്തി ആ ശേഷം വരുന്നുണ്ട്, പറ്റൂല എന്നുള്ളതിന് കാരണം. പിന്നെ ഇവിടെ തന്നെ കരീബ്, ദൂരെ ഒന്നല്ല. പിന്നെ ലിഅന്നഹു ലം യരിദ്, കാരണം അത് വാരിദായിട്ടില്ല. വാരിദായ ഇല്ലാന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നേരത്തെ പറഞ്ഞില്ല അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നുണ്ട്, അതും ഇല്ല ഇവിടെ. അതാ വലൈസ ഫീഹി മാ യഖൂമു മഖാമ സിയാദത്തിൽ അബ്ദി അബ്ദുഹു എന്ന വാരിദായ ആ സീഗയിലുള്ള ആ സിയാദത്തിന് പകരം നിൽക്കുന്ന ഒന്നുമില്ല. രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഇത് മതിയാവൂലാന്നാ. ഇനി അപ്പോ ഐലൻ അലാമായത്തി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. വസാമുൽ അദ്റായി, ഇമാം അദ്റായി റഹിമഹുള്ള വാദിച്ചു അന്നസ്സവാബ ഇജ്സാഉഹു, ഈ അന്ന മുഹമ്മദ് റസൂലുഹു എന്ന് മതിയാകുമെന്ന് വാദിച്ചു. ലി സുബൂത്തിഹി, അത് സ്ഥിരപ്പെട്ടതിന് വേണ്ടി. ഫി ഖബരി ഇബ്നു മസ്ഊദൻ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ബിലഫ്ലി അബ്ദുഹു വ റസൂലുഹു എന്ന്. എന്താണ് അബ്ദുഹു വ റസൂലുഹു സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ, അപ്പൊ മുഹമ്മദ് റസൂലുഹു എന്ന് പറഞ്ഞാൽ മതിയാവുന്ന പറഞ്ഞത്. അത് യുറദ്ദു, ആ സാമ് ആ വാദം തള്ളപ്പെട്ടു. ബി അന്ന ഹുന, ഇവിടെ ഉള്ള ഒന്ന് മാ കാമ മഖാമൽ മഹദൂഫി, മഹദൂഫിന്റെ സ്ഥാനത്ത് നിന്നിട്ടില്ല. റസൂലുഹു എന്ന് പറയുമ്പോഴേ പിന്നെ ബി അന്ന ഹുന എന്ന് പറഞ്ഞത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസില് ഉള്ള ഒന്ന്. ബി അന്ന ഹുന അല ഹദീസിലുണ്ട് എന്നത് ശരിയാ. ബി അന്ന ഹുന ഈ ഹദീസിലുണ്ട് എന്ത്? മഖാമ മഖാമൽ മഹദൂഫി, മഹദൂഫിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നുണ്ട്. അതേതാണ് ആ മഹദൂഫ്? വഹുവ ലഫ്ളു അബ്ദ്, അബ്ദുഹു എന്ന് പറഞ്ഞതാണ്. വലാ കദാലിക ഫീ ദാക, അങ്ങനെ ഇല്ല ഏതില്? വഅന്ന മുഹമ്മദ് റസൂലുഹു എന്ന് പറയുന്ന മഖാമ മഖാമൽ മഹദൂഫി. മഹദൂഫിന്റെ സ്ഥാനത്ത് വലാ കദാലിക ഫീ ദാക എന്നോ ലാ വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അതെ, അബ്ദുഹു വ റസൂലുഹു എന്ന് പറയുന്നിടത്ത് മഹദൂഫിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നുണ്ട്. അങ്ങനല്ലല്ലോ. ബി അന്ന ഹുന എന്ന് പറഞ്ഞാല് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളടത്ത് അവിടെയാണ് മഹദൂഫിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നുള്ളത്. അതല്ല ഇലാഫത്ത്, ലാഹിറിലേക്കുള്ള ഇലാഫത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ബി അന്ന ഹുന എന്ന് പറഞ്ഞ ഇഷാറത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസിലേക്കല്ല. അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് എന്താണ്? മഖാമ അവിടെ ഉണ്ട്, മഹദൂഫിന്റെ സ്ഥാനത്ത്. മഹദൂഫ് ഏതാ? അബ്ദ് എന്ന് പറഞ്ഞ പദാണ്, അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഇലാഫത്തുണ്ട്. വലാ കദാലിക ഫീ ദാക, ഏത്? വഅന്ന മുഹമ്മദ് റസൂലുഹു എന്ന് പറയുന്നിടത്ത് അങ്ങനെ ഇല്ല. അങ്ങനെയാണ്. പിന്നെ അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാല് അത് നേരെ അങ്ങനെ അല്ലല്ലോ. അന്ന മുഹമ്മദ് റസൂലുഹു എന്നല്ലേ ഉള്ളൂ.
ഹദീസിലുള്ളതോ അബ്ദുഹു റസൂലുഹു എന്നാ. അപ്പോ ഹദീസിലുള്ളത് കൊണ്ട് മുഹമ്മദ് റസൂലുഹു എന്ന് പറഞ്ഞത് മതിയാകും എന്ന് പറയാൻ പറ്റൂല എന്നാ പറഞ്ഞ്. അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നും കൂടി വേണം. ഇനി വലായുനാഫീഹി ഈ പറഞ്ഞതിനെതിരല്ല. ഏത് ഈ റദ്ദ് അതിനെതിരല്ല. അന്ന തഅബ്ബുദ ഗാലിബും ഫി അൽഫാദി തശഹുദി, തശഹുദിന്റെ അൽഫാദിൽ ഗാലിബും തഅബ്ബുദല്ലേ. അപ്പൊ അങ്ങനെ മാറ്റാൻ പറ്റൂലല്ലോ. അങ്ങനെ മഹദൂഫിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഉണ്ടായാലും മതിയാകും എന്ന് പറയാൻ പറ്റൂലല്ലോ എന്ന്. കാരണം തഅബ്ബുദാവുമ്പോ അപ്പതം തന്നെ പറയണ്ടേ. അതെതിരല്ല. വമിൻ സമ്മ ലം യജുസ് ഇബ്ദാലു ലഫ്ലിൻ, തഅബ്ബുദ് അക്സറായതുകൊണ്ട് മിൻ അൽഫാലിഹി അസ്സാബിഖത്തി മുമ്പ് കഴിഞ്ഞ ആ തശഹുദിന്റെ പദങ്ങളിൽ നിന്ന് ബിമുറാദിഫി അതിന്റെ മുറാദിഫ് കൊണ്ട് പകരാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കമാമറ ലിഅന്ന തഗായുറസ്യഖിൽ വാരിദത്തി ഹുന എതിരല്ല എന്ന് പറഞ്ഞതിന് കാരണം പറയുന്നത്. കാരണം ആ സിയക വാരിദായത് വ്യത്യസ്ത സിയകൾ വാരിദായിട്ടുണ്ട്. ഹുന ഇക്തല ആ തഗായുർ തേടി എന്ത് അയ്യുഖാസ ബിഹ മാഫി മഅനാഹ, അയ്യുഖാസ ബിഹ എന്ത് അതിനെ കൊണ്ട് ഖിയാസാക്കുക. അയ്യുഖാസ ബിഹ മാഫി മഅനാഹ പദങ്ങൾക്ക് ഖിയാസാക്കുക, സിയകൾക്ക് ഖിയാസാക്കി കൊണ്ടുവരിക. അതിന്റെ മഅനയിലുള്ള ഒന്ന് മഅനയിലുള്ളതേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ലാ ഗൈറുഹു അതല്ലാത്തതിനെ പറ്റൂല. ഫലാ യുഖാസു അന്ന മുഹമ്മദ് റസൂലുഹു എന്നതിനെ ഖിയാസാക്കൂല അല സാബിത്തി. ഏതാണ് സാബിത്ത്? വഹുവ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നാണ്. അതിന് ഖിയാസാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അതെ ലാ അന്ന മുഹമ്മദൻ റസൂലുഹു ഖിലാഫൻ ലിമാ ഫി അസ്ലിർ റൗള ഐലൻ അലാമായെത്തി ശേഷം വരുന്ന അനുസരിച്ച് അസ്ലുർ റൗളയില് എന്ന് പറഞ്ഞു. നോക്കാം. പിന്നെ വയതറദ്ദദുൻ നളറു ഫീ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുഹു, അശ്ഹദുവോട് കൂടെ പറഞ്ഞാലോ റസൂലുഹു എന്ന് മാത്രം പറഞ്ഞാല് അത് മതിയാവോ ഇല്ല എന്നുള്ളതിൽ നളർ തറദ്ദുദുണ്ട്. വലാഹിറുൽ മത്നി വഗൈരിഹി ഇജ്സാഉഹു അത് മതിയാകുമെന്നാണ്. ഇനി വഖാഫിർ റാഫിഈ റാഫി ഇമാമിന് സംഭവിച്ചു പോയിട്ടുണ്ട്. അതായത് ഷറൽ കബീറിൽ സംഭവിച്ചു. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫീ തശഹുദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തശഹുദിൽ പറയാറുണ്ടായിരുന്നു എന്ത് വഅശ്ഹദു അന്നീ റസൂലുള്ളാഹ് എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹിയ്യാത്ത് ഓതുമ്പോഴേ അശ്ഹദു അന്നീ റസൂലുള്ളാഹ് എന്ന് പറയാറുണ്ടായിരുന്നു. എന്നാൽ റദ്ദൂഹു ബി അന്നല്ല സഹ ഖിലാഫുഹു എന്താണ് അയിമത്ത് ആ റാഫിമാവ് പറഞ്ഞതിനെ റദ്ദ് ചെയ്തു. എന്ത് പറഞ്ഞുകൊണ്ട്? ബി അന്നല്ല സഹ ഖിലാഫുഹു അന്നീ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടില്ല, അതിന്റെ എതിരാണ് സഹ എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തന്നെ പറയില്ലേ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നിങ്ങനെ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അങ്ങനെ ലാഹിറായ ഇസ്മ കൊണ്ടാ പറഞ്ഞത്, അന്നീന്ന് ലമീർ കൊണ്ട് പറയാറില്ല. നഅം. ഇനി ആ റാഫിമാവ് പറഞ്ഞതിന് ന്യായം പറയാന്നാ. ഇന്ന അറാദ തശഹുദൽ അദാനി തശഹുദിഹി എന്നല്ലേ പറഞ്ഞത്. ഏത് തശഹുദ്? നിസ്കാരത്തിലെ തഹിയ്യാത്തിലെ തശഹുദാണോ അല്ല ബാങ്കിലെ തശഹുദാണോ? ബാങ്കിലെ തശഹുദ് എന്നുദ്ദേശിച്ചാൽ എന്താണ് കുഴപ്പമില്ല എന്നാ പറയുന്നത്. കാരണം എന്താ സഹിയാവും, ആ പറഞ്ഞാൽ ശരിയാവും. അന്നീ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുത്തിട്ടുണ്ടോ? എന്നാലേ ബാങ്കിലെ തശഹുദിൽ അങ്ങനെ പറഞ്ഞത് ശരിയായി എന്ന് അറിയാൻ പറ്റുള്ളൂ. അതേ അല്ലേ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സന മറത്തം ഫീ സഫരി, ഒരു യാത്രയിൽ ഒരു തവണ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഫഖാല ദാലിക അപ്പ അന്നീ റസൂലുള്ളാഹ് എന്നുമാണ് പറഞ്ഞത്. ബാങ്ക് കൊടുത്തിട്ടുണ്ടോ അല്ലേ എന്നുള്ളതിൽ ഖിലാഫുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫത്തുൽ ബാരിയിലെ ഹാഫിള് അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയുന്നത് എന്താണ്? അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടില്ല എന്നാ. കാരണം മുസ്നദ് അഹമ്മദിന്റെ റിവായത്തിൽ അമറ ബിലാലൻ ഫഅസ്സന എന്നാണ് പറഞ്ഞത്. അപ്പൊ അസ്സനാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത എന്താണ്? അത് മജാസാണ് എന്ന്. അപ്പൊ ഏതായാലും ബാങ്ക് കൊടുത്തല്ലേ എന്നുള്ളതിൽ ഖിലാഫുണ്ട് എന്നർത്ഥം. തംബീഹുൻ. പിന്നെ ഒലിമ മിമ്മ കറർത്തുഹു ഞാനിപ്പോ ഉറപ്പിച്ചെന്ന് അറിയപ്പെട്ടു. അന്ന റാഫിയ റഹിമഹുല്ലാഹ് ഫിൽ മുഹറരി വാസിലിർ റൗളത്തി, അത് ആലാമായെത്തിന്ന് നേരത്തെ പറഞ്ഞില്ലേ. അസ്ലുർ റൗളയിൽ ഇങ്ങനെ ഉണ്ട്, ഐലൻ അസ്ലുർ റൗളയിലും ഉണ്ട് എന്നാ. ഏതിലുള്ള പോലെ അവിടെ ഐലൻ എന്ന് പറഞ്ഞാൽ മുഹററിലുള്ള പോലെ, നമ്മൾ മുഹററിൽ അങ്ങനെയുള്ളതെന്ന് അവിടെ പറഞ്ഞല്ലോ. അതുപോലെ അസ്ലുർ റൗളയിലും ഉണ്ട്, അസ്ലുർ റൗളയിൽ ഉണ്ട് എന്ന് അലാമായെത്തി എന്ന് പറഞ്ഞ ഈ പറഞ്ഞതിനെ കുറിച്ചാ പറഞ്ഞത്. പിന്നെ അപ്പൊ ഇത് രണ്ടിലും റാഫി ഇമാമ്
അലാമ തക്തലീഹി ഇബാറത്തുഹു, അസ്ലു റൗളന്റെ ഇബാറത്ത് തേടുന്നതനുസരിച്ച്. അതാണ് ഖായിലുൻ, റാഫി ഇമാമ് പറയുന്ന ആളാണ് ബി ജവാസി വഅന്ന മുഹമ്മദ് റസൂലുഹു എന്നത് ജായിസ എന്ന് പറയുന്ന ആളാ. പിന്നെ എന്ന് പറയപ്പെട്ടു. ഫലിദ ഇസ്തദറക അലൈഹിൽ മുസന്നിഫ്, അതുകൊണ്ടാണ് ഖുൽതു അല്ലാഹു അലം പറഞ്ഞിട്ട് മുസന്നിഫ് ഇസ്തിദ്റാക്കാക്കിയത് ബിമാ അഫഹമ മൻഅഹു, ആ ജവാസിന്റെ മൻഇനെ തോന്നിപ്പിക്കുന്ന മനസ്സിലാക്കി തരുന്ന ഒന്നുകൊണ്ട് ഇസ്തിദ്റാക്കിയതൂന. ആ ജായിസാണ് എന്നതിനെ മൻഇ ചെയ്യുക, ജായിസല്ല എന്നത് മനസ്സിലാക്കി തരുന്ന ഒന്നുകൊണ്ട് ഇസ്തിദ്റാക്കിയത് അങ്ങനെയാണ്. എന്നിട്ട് പറയാം, അത് പറഞ്ഞെന്തിനാണെന്നറിയാം, മഹല്ലി ഇമാമിന്റെ ഷറഹിൽ ഒരു കുഴപ്പമുണ്ട്, അതാ പറയുന്നത്. അപ്പോൾ വക്കാലി ഷാരിഹി, അഷാരിഹി എന്ന് പറഞ്ഞാൽ ഇമാം മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹിയാണല്ലോ. അപ്പോൾ ഇമാം മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പറ്റിപ്പോയിട്ടുണ്ട്. ഖിലാഫു ഹാദ തക്രീർ, ഞാനീ പറഞ്ഞ തക്രീറിന്റെ എതിര് സംഭവിച്ചു. അതായത് റാഫി ഇമാം അത് ജായിസാണെന്ന് പറയുന്ന ആളാണെന്നാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞത്. അതിനെതിര് വഹുവ സഹീഹും ഫി നഫ്സിഹി, പിന്നെ ഈ തക്രീർ അതാണ് ഫി നഫ്സിഹി സഹീഹ് എന്നാ. വഹുവ, ഈ തക്രീറിനെതിരെ സംഭവിച്ചു പോയിട്ടുണ്ട്. പിന്നെ ലാക്കിൻ യൽസമു അലൈഹി, അപ്പൊ അങ്ങനെ ഖിലാഫ് സംഭവിച്ചാല് വഹുവ സഹീഹും ഫി നഫ്സിഹി എന്ന് പറഞ്ഞാല് ഈ തക്രീറിന്റെ എതിര് ശരിയാണെന്നോ? എതിര് ശരിയാണെന്ന് അറിയാൻ പറ്റൂലല്ലോ. പിന്നെ ഈ തക്രീറാണ് ശരി. ലാക്കിൻ യൽസമു അലൈഹി, ഇത് സഹീഹാണ് എന്നതോടുകൂടെ തന്നെ ആ സഹീഹിനെതിര് പറഞ്ഞെന്ന് മാത്രമല്ല, അതിന് പുറമെ ഒരു ഫസാദും വരുന്ന. അതെന്താ? ലാക്കിൻ യൽസമു അലൈഹി, ആ മഹല്ലിമാമ് പറഞ്ഞതിന്റെ മേലെ ലാസിമാകും അന്ന കൗലഹു ഖുൽതു, മുസന്നിഫിന്റെ കൗലു ഖുൽതു അല്ലാഹു അലം എന്ന് പറഞ്ഞില്ലേ, ഇലാഖിരി, അത് സിയാദത്തും മഹലത്തും, അതൊരു വെറും സിയാദത്താണ്. എന്തല്ല, ആ ജവാസിനെ തിരുത്തുന്ന രീതിയിലുള്ള ഇസ്തിദ്റാക്കല്ല, അത് വെറും അതൊരു സിയാദത്താണ് എന്ന് വരും. അങ്ങനെയല്ലല്ലോ. വക്കാന്ന സബബഹു, അപ്പൊ അത് പറയാനുള്ള കാരണം എന്താ? അന്നഹു സബത്ത എന്തഹു, വക്കാന്ന സബബഹു, കാന്ന സബബഹു എന്ന് പറഞ്ഞാല് ആ ഖിലാഫ് സംഭവിക്കാനുള്ള കാരണം. പിന്നെ ആ ഖിലാഫ് സംഭവിച്ചു എന്ന് പറഞ്ഞില്ല, അത് സംഭവിക്കാനുള്ള കാരണം ആയതുപോലെ ഉണ്ട്. എന്ത്? അന്നഹു സബത്ത ഇന്ദഹു, ആ മഹല്ലി ഇമാമിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ട പോലെ ഉണ്ട്. എന്ത്? അന്ന റാഫിഈ റഹിമഹുല്ലാ ലാ യഖൂലു ബി ജവാസി ദാലിക, ഈ അന്ന മുഹമ്മദ് റസൂലുഹു എന്ന് ജായിസാന്ന് പറയുന്നില്ല എന്ന് സ്ഥിരപ്പെട്ടതുപോലെ ഉണ്ട്. വഹുവൽ മൻഖൂലു അൻ ശർഹൈനി വൽ മുഹറരി, അത് ജായിസാണ് എന്നുള്ളതാണ്. ഓഹു, ആ ജായിസാണ് എന്നുള്ളതാണ് ഷർഹൈനി. അസ്ലുർ റൗള എന്ന് പറഞ്ഞ ഷറൽ കബീർ ഉണ്ടല്ലോ, ഷറഹു സഗീറും, അതിനെ തൊട്ടും മൻഖൂലിനെ തൊട്ടും മുഹറർ ഇവിടെ നമ്മൾ എന്താണ് മുഹററിന്റെ നുസ്ഖയിൽ കണ്ടല്ലോ, അത് ജായിസാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനെതിരെ ചിലപ്പോ ആ മഹല്ലി ഇമാമിന് അങ്ങനെ ബോധ്യപ്പെട്ടത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്താണല്ലോ, അതാ പറയുന്നത്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.